പക്ഷെ ഞാൻ അങ്ങനെയല്ല പറയാ, ഞാൻ സത്യം മാത്രമേ പറയാറുള്ളൂ. നമ്മ ഈ തൂമക്കണ്ണനിൽ നിന്ന് എന്ത് പഠിച്ചു? ഒരു ലക്ഷ്യബോധമുണ്ട് ഇപ്പോൾ ആക്കിയിട്ട് നമ്മൾ 4 പേരിന്റെ ബന്ധം എങ്ങനെയായി തോന്നുന്നത് അജീഷേ? കുറച്ച് ഫിലോസഫിക്കലായി പറയുകയാണെങ്കിൽ നമ്മുടെ ചുറ്റുമുള്ളത് അത്ര വലിയ നല്ല മനുഷ്യന്മാരൊന്നും അല്ല. ഏറ്റവും ബുദ്ധിമുട്ടിയിട്ടുള്ള ഒരു കാര്യം തൂമക്കണ്ണനിൽ നമുക്കൊരു ഉമ്മ കൊടുക്കാം. ചോദിച്ചിട്ട് നീ എന്നെ ഉത്തരം പറഞ്ഞു. അങ്ങനെ ശരി മിസ്റ്റർ മോഹനൻ, നിങ്ങളൊരു നടൻ. അയ്യോ അത് പറയണ്ട വയറലോ എടുക്കൂ അടുത്ത കിറ്റ്കാറ്റ്. കമോൺ. സംഭവം എന്താണ്? തൂമക്കണ്ണൻ സംഭവേ തൂമക്കണ്ണൻ തുടങ്ങിയിട്ട് ഒരു കൊല്ലമായി. ഒരു കൊല്ലം അറിഞ്ഞേയില്ല. എന്തൊക്കെ മാറ്റോ ലൈഫിൽ ഉണ്ടായത്, എന്തൊക്കെയാ ഉണ്ടായത്? അല്ല ഒരു കൊല്ലം പോയത് സത്യമായിട്ട് ഒരു കൊല്ലം പോയത് അറിഞ്ഞില്ല. എന്താ വെച്ച് കഴിഞ്ഞാല് നമ്മള് കഴിഞ്ഞ വിഷു, ഈ വിഷു അല്ല, കഴിഞ്ഞ വിഷുവിന്റെ ആ സമയത്താണ് തുടങ്ങിയത്. ടപ്പെന്ന് ഒരു കൊല്ലം പോയി പറഞ്ഞാൽ നമ്മള് ശരിക്കും ഭയങ്കര ബിസിയായി. പിന്നെ അതെ, ഓരോ ദിവസം കറക്റ്റ് ഒരു ടൈം ഷെഡ്യൂൾ പോലെയാണ്. രാവിലെ ഡ്യൂട്ടിക്ക് പോകണു, പിന്നെ പിറ്റേ ദിവസം വരുന്നു റെസ്റ്റ്, പിന്നെ ആ ദിവസം ഷൂട്ട് എടുക്കണു, പിന്നെ ഒന്നിനും സമയമില്ല. അപ്പൊ ഓരോ ഇതാണ്. നിങ്ങൾക്കോ? പറയും മനുഷ്യ. ഒരു കൊല്ലം ഇവർ പറഞ്ഞ പോലെ തന്നെ പോയത് അറിഞ്ഞിട്ടില്ല. 2 ട്രാൻസ്ഫർ കഴിഞ്ഞു. കുറേ വീഡിയോ ഒന്നും ഇല്ല അല്ലേ? 70 വീഡിയോ, ഒരു 10-70 വീഡിയോ. അതെ. എന്തായാലും മുടങ്ങാണ്ട് എല്ലാ വെള്ളിയാഴ്ചകളിലും അല്ലേ, അന്ന് തൊട്ട് ഇന്ന് വരെ എല്ലാ വെള്ളിയാഴ്ച. അതെ, കഴിഞ്ഞു. ചാൻസ് തരും. വെറുതെ പറയണ്ട. ഇയാൾ ഒരു റൗണ്ട് കഴിഞ്ഞു. ഞാൻ വിടാണ്ടിരിക്കും, എന്റെ ചാൻസ് വരട്ടെ. നമ്മൾ ഈ ചാനൽ തുടങ്ങുമ്പോൾ ഞാൻ വടക്കാഞ്ചേരിയിലാണ്, ഇപ്പൊ ഞാൻ ആലത്തൂർ വന്നു. അതിലൊരു മാറ്റം പറയുന്നത്, ഞാൻ ട്രാൻസ്ഫർ ആയിട്ട് വരുമ്പോൾ എല്ലാ ആൾക്കാരും ട്രാൻസ്ഫർ ആയിട്ട് വരുമ്പോഴും എന്താ പറയുന്നറിയോ? തൂമക്കണ്ണൻ ട്രാൻസ്ഫർ ആയിട്ട് വരുന്നുണ്ട് എന്നാ പറയാ. അല്ലാണ്ട് അജീഷ് വരുന്നത് എൻ്റെ പറഞ്ഞില്ല, തൂമക്കണ്ണൻ ട്രാൻസ്ഫർ ആയി വരുന്നുണ്ട്. അങ്ങനെയാണ് കൂടുതലായിട്ട് എന്നെ ഫെമിലിയർ ആയി. ശരിക്കും ഒരു കൊല്ലം പോയത് നിങ്ങൾ അറിഞ്ഞോ? ഒരു കൊല്ലം പോയത് അറിഞ്ഞില്ല, സത്യം പറഞ്ഞാൽ ശരിക്കും അറിഞ്ഞില്ല. പെട്ടെന്ന് കഴിഞ്ഞു. പിന്നെ പട്ടയെന്നാ പോണത്, എത്ര പെട്ടെന്ന് സമയം അറിയാൻ പറ്റില്ല. പിന്നെ അല്ല, ഞാൻ വേറൊരു കാര്യം ചോദിക്കും, ഇത് എല്ലാവരും നമ്മൾ ചോദിക്കുന്ന കാര്യമാണ്. നിങ്ങൾക്ക് സ്ഥിരമായിട്ട് എല്ലാവരും ചോദിക്കുന്ന ചോദ്യമാണ്, നിങ്ങൾ എല്ലാവരും വർക്ക് ചെയ്യാണ്, നിങ്ങൾക്ക് എവിടെ നിന്നാണ് ഇത്രയും സമയം കിട്ടുന്നത്, ഈ വീഡിയോ ചെയ്യാൻ എന്ന് ചോദിക്കുന്നുണ്ട് അല്ലേ? എന്താ വെച്ച് കഴിഞ്ഞാൽ ഓരോരുത്തർക്ക് അത്ഭുതമാണ് ഇതെങ്ങനെ. ഞാൻ ഒന്നാമത് പോലീസ് ഡിപ്പാർട്ട്മെന്റ് ആണ്, ഓരോരുത്തരും ഓരോ ഫോഴ്സ് ഡിപ്പാർട്ട്മെന്റ് ആണ്. അപ്പൊ ചിലവർക്കൊക്കെ അവർക്ക് നിന്നിരിയ സമയമില്ല, ഓരോ ഫംഗ്ഷൻ അറ്റൻഡ് ചെയ്യാൻ പോലും ചിലവർക്ക് സമയമില്ല. അപ്പൊ നിനക്ക് എവിടുന്ന ഈ ഷൂട്ട് ചെയ്യാനും ഉള്ള ടൈമൊക്കെ നീ എവിടുന്ന കാണുന്നില്ല. അപ്പൊ ഞാൻ പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ നമ്മളൊരു ഡ്യൂട്ടിക്ക് പോയി നമ്മൾ റെസ്റ്റ് കിട്ടുമ്പോ നിങ്ങൾ എന്തെങ്കിലും ചോദിക്കും. അപ്പൊ അവര് പറയും മിണ്ടാണ്ട് വീട്ടിൽ കിടന്ന് ഉറങ്ങും, അങ്ങനെയൊക്കെ പറയും. അപ്പൊ നിങ്ങൾ ആ റെസ്റ്റ് ടൈമിലാണ്, നിങ്ങൾ റെസ്റ്റ് എടുക്കുന്ന ആ സമയത്താണ് ഞാൻ പോയിട്ട് അതൊക്കെ ചെയ്യുന്നത്. അല്ലാണ്ട് ഇതിനു വേണ്ടി ഞാൻ സെപ്പറേറ്റ് ലീവ് എടുക്കുകയൊന്നും ചെയ്യാറില്ല. നമ്മൾ നമുക്കൊരു ഇഷ്ടപ്പെടുന്ന സംഭവം ഉണ്ടെങ്കിൽ നമ്മൾ അതിനു വേണ്ടി സമയം കണ്ടെത്തും എന്ന് അവരോട് പറയും. വേറൊന്നുമില്ല. എന്റെ അടുത്ത് ചോദിക്കുന്നതിനടുത്ത് ഞങ്ങൾക്ക് 4 പേർക്ക് 28 മണിക്കൂറുണ്ട് പറയും. എല്ലാവർക്കും 24 ഞങ്ങൾക്ക് 28 ഉണ്ട്, 4 മണിക്കൂർ എക്സ്ട്രാ ഉണ്ട്, അതിലാണ് ചെയ്യുന്നത് പറയും. എല്ലാവരും ചോദിക്കും നിങ്ങൾക്ക് എങ്ങനെ സമയം കിട്ടും? സമയം കണ്ടെത്തുക തന്നെ, അല്ലാണ്ട് എങ്ങനെ കിട്ടുന്നത്? വേണ്ട സമയത്ത് 4 പേരും കൂടി ലീവ് എടുക്കും, ചെയ്യും, ഒക്കെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഭയങ്കര ബുദ്ധിമുട്ടൊക്കെയാണ്, എങ്കിലും അഡ്ജസ്റ്റ് ചെയ്ത് പോകണം. പറയും. എനിക്ക് പറയാനുള്ളത് എന്താണെന്നറിയത്തില്ലേ, ഇതിൽ ശരിക്കും നമ്മുടെ പാഷനാണ്. നമ്മൾക്ക് എന്താണ് ഏറ്റവും ഇഷ്ടമുള്ള സംഭവം, അതിന് നമ്മൾ പല കാര്യങ്ങളും നമ്മൾ ആ ഇഷ്ടത്തിന് വേണ്ടി മാറ്റി വയ്ക്കും. എൻ്റെ കോൺസെപ്റ്റ് അതാണ് കേട്ടോ. എന്ത് വലിയ തിരക്കുണ്ടെങ്കിലും നമുക്ക് ഇഷ്ടപ്പെട്ട പ്രവൃത്തി ചെയ്യാൻ നമ്മൾ കൂടുതൽ സമയം കണ്ടെത്തും, അത്രേ ഉള്ളൂ. വേറെ കാര്യമൊന്നുമില്ല. സമയമൊക്കെ നമുക്ക് തനിയെ കണ്ടെത്താനുള്ളതേ ഉള്ളൂ. അല്ല, ഇതില് എങ്ങനെ സമയം കിട്ടുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാൻ എന്തിനാണ് സമയം കണ്ടെത്തുന്നത്? സത്യം നമ്മൾ ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാൻ എന്തിനു സമയം കിട്ടുന്നു? വേണമെന്ന് വെച്ചാൽ ചക്ക വേലും കായ്ക്കാന്ന് പറയാം, അത്രേ ഉള്ളൂ. അതിന് കൂടുതലായിട്ട് ഒന്നുമില്ല. അത് ബ്രാവാണ്. അതെ, പിന്നെ സമയം കിട്ടും, സീരിയസ്ലി സമയം കിട്ടും. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പ്രവൃത്തി ചെയ്യണം, മാത്രം നിങ്ങൾക്ക് ഉറപ്പായി സമയം കിട്ടും. അത് പിന്നെ പലരും ചോദിക്കാറുള്ളത്, നിങ്ങൾക്ക് ആരും നിന്ന് കൂടുതൽ സപ്പോർട്ട് കിട്ടണം, അതായത് ഇപ്പൊ നമ്മുടെ ഫാമിലിയിൽ നിന്നാണോ ഫ്രണ്ട്സിൽ നിന്നാണോ, അങ്ങനെയൊക്കെ ചോദിക്കാറുണ്ട്. അപ്പോൾ മെയിൻ ഒന്നാമത് നമ്മുടെ ഫാമിലിയാണല്ലോ ഒന്നാമത്തെ ഘടകം. അപ്പോൾ അതിന്ന് മെയിൻ സപ്പോർട്ട് കിട്ടിയില്ലെങ്കിൽ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇപ്പോൾ ധ്യാൻ ഒരു അഭിമുഖത്തിൽ പറയുന്നുണ്ട്, ഇപ്പോൾ നമുക്കൊരു ഫാമിലിയിൽ ഒരു ഇഷ്യൂ വരുമ്പോൾ നമുക്ക് ചില വീഡിയോകളൊക്കെ ചെയ്യാൻ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അതായത് ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുന്നത് നമ്മുടെ ഫാമിലിയാണ്. അപ്പോൾ അതിലെന്തെങ്കിലും ഒരു പ്രശ്നം നടന്നാൽ നമുക്ക് ഈ പരിപാടികളൊന്നും നടക്കില്ല. അപ്പോൾ ഫാമിലിയിൽ നിന്ന് ഒരു നല്ല സപ്പോർട്ട് കിട്ടിയാൽ നമുക്ക് എന്തും ചെയ്യാൻ സാധിക്കില്ല. ഇതെന്നല്ല, എല്ലാ മേഖലകളിലും അങ്ങനെ തന്നെയാണ്.
എൻ്റെ അത് തന്നെയാണ് അഭിപ്രായം. ഫാമിലി ആദ്യമൊന്നും സപ്പോർട്ട് ഉണ്ടായിരുന്നില്ല. വീട്ടിലാണെങ്കിൽ സപ്പോർട്ട് പറഞ്ഞാൽ നമ്മൾ നോർമൽ ഒരു വീഡിയോ എടുക്കാൻ ഇറങ്ങുമ്പോഴേ എന്താ ചെക്കൻ പൊട്ടത്തരം കാട്ടാൻ നിൽക്കണ വേണ്ടാണ്. ഇപ്പോൾ അതൊക്കെ ഒതുങ്ങി. ഇപ്പോൾ വീട്ടിൽ നമ്മൾ 4 പേരും കൂടി ഇപ്പോൾ വീട്ടിൽ വെച്ച് ചെയ്യുകയാണെങ്കിൽ കൂടിയിട്ട് ചായ വരും, ഇടയിൽ തിന്നാൻ വരും. അന്ന് പിള്ളേർക്ക് ഷൂട്ടുള്ളതാണ്, അവരെ വിളിക്കണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെയുള്ള ലെവലിലേക്ക് മാറിക്കഴിഞ്ഞു. അല്ല, ആ ലെവലിലേക്ക് അവരും കൂടി മാറുമ്പോൾ നമുക്ക് ഭയങ്കര കംഫർട്ടാണ്. അതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അതായത് ഞാൻ ഇപ്പോൾ പറയാൻ വന്നാണ്, മൂപ്പര് വേഗം പറഞ്ഞു. ഞാൻ എന്ത് പറയുന്നത് എനിക്കറിയില്ല. സംഭവം സത്യമാണ്. ഫാമിലി നല്ല സപ്പോർട്ടാണ്. പ്രത്യേകിച്ച് എൻ്റെ അമ്മ നല്ല സപ്പോർട്ടാണ്. എൻ്റെ അമ്മ എപ്പോഴും എൻ്റെ അടുത്ത് ചോദിക്കും പുതിയ വീഡിയോ ഇറങ്ങിയത്. അമ്മയ്ക്ക് ഈ ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം ഒന്നുമില്ല. അപ്പം നമ്മൾ ഈ ഫോണിൽ പോയി കാണിച്ചു കൊടുക്കുമ്പോൾ ഉള്ള ആ ഒരു ഹാപ്പിനെസ്സാണ് അവർക്ക് വലുത്. ഞാൻ അമ്മയ്ക്ക് എപ്പോഴും വീഡിയോ കാണിച്ചു കൊടുക്കാറുണ്ട്. ബാക്കിയുള്ളവർക്ക് കാണിച്ചു കൊടുക്കണം. അവർക്കൊക്കെ ഇൻസ്റ്റയും ഫേസ്ബുക്കൊക്കെ ഉണ്ട്, ഏട്ടനാണെങ്കിലും എല്ലാവർക്കും ഉണ്ട്. അച്ഛന് പിന്നെ അങ്ങനെ ഇതിനോട് താല്പര്യമില്ല. പിന്നെ നമ്മൾ താല്പര്യം ഇല്ലാത്തവർക്ക് കാണിച്ചു കൊടുക്കില്ല. അല്ല, അങ്ങനെയല്ല. ഞാൻ ഒന്ന് അടിക്കുകയാണ്. അച്ഛൻ സപ്പോർട്ടാണ് കേട്ടോ. നമ്മൾക്ക് മറ്റേ ഒരുപാട് കാര്യങ്ങൾ ഒരു മറ്റേ സപ്പോർട്ടുണ്ട്. അവൻ്റെ അച്ഛൻ സപ്പോർട്ടുണ്ട്. അതായത് സപ്പോർട്ടുണ്ട്. പക്ഷെ മൂപ്പർക്ക് എന്താണ് വീഡിയോ കാണിച്ചു കൊടുത്തു പറഞ്ഞാൽ പോയി കാണും, അത്രേ ഉള്ളൂ. അല്ലാണ്ട് നമ്മൾ ഇങ്ങോട്ട് ചോദിക്കില്ല പറയാ. ഞാനതാണ് ഉദ്ദേശിച്ചത്. അമ്മ അങ്ങനെയല്ല. അമ്മ എപ്പോഴും ഇങ്ങോട്ട് ചോദിക്കും പുതിയ വീഡിയോ ഇറങ്ങിയോ പറഞ്ഞിട്ട്. പിന്നെ ഇയാളുടെ വീട്ടിൽ വന്നാൽ പിന്നെ ഒന്നും പറയണ്ട. വന്ന ആദ്യം അങ്ങനെയല്ല, 4 പേരുടെ വീട്ടിലും അവിയലല്ല 4 പേരുടെ വീട്ടിലും നമുക്കിപ്പോ എല്ലാവർക്കും സപ്പോർട്ട് ഉണ്ട്. അത് മറ്റേ എല്ലാവിടെ എല്ലാവരുടെയും സപ്പോർട്ട്. അതെ, മെയിൻ ഫസ്റ്റ് സപ്പോർട്ട് ഫാമിലി തന്നെയാണ്. ഫാമിലി, ചേച്ചി ആയാലും അച്ഛനായാലും അമ്മയായാലും ഫാമിലി സപ്പോർട്ടാണ് ഫസ്റ്റ്. ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ഫാമിലി തന്നെയാണ്. ഫാമിലി നല്ല സപ്പോർട്ടാണ്. നമ്മൾ അതുകൊണ്ടാണ് നമുക്ക് ഈ ഒരു ഇവിടെ നിൽക്കുന്നത് തന്നെ അതുകൊണ്ട് തന്നെ. അത്രേ ഉള്ളൂ. എന്നാ ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ. ഇപ്പൊ നമ്മുടെ ഓഫീസുകളിൽ എങ്ങനെയാണ്, സപ്പോർട്ട് ഉണ്ടോ ഇല്ലേ? ഓഫീസില് സപ്പോർട്ട് ഉണ്ടല്ലോ, സപ്പോർട്ട് ഉണ്ട്, നല്ല സപ്പോർട്ട് ഉണ്ട്. നമ്മളെ സപ്പോർട്ട് പറഞ്ഞാൽ എങ്ങനെയാണെന്നറിയോ, നമ്മൾ കുറച്ചും കൂടി ഫേമസ് ആകുമ്പോഴായിരിക്കും ഓഫീസിൽ അറിയുക, നന്നായിട്ടുണ്ട്, വീഡിയോ നന്നായിട്ടുണ്ട്. ഇപ്പം ഞങ്ങൾ 24 ന്യൂസിലൊക്കെ വന്നപ്പോൾ സമയത്ത് ലൈവായിട്ട് കണ്ടിട്ട് ആ വീഡിയോ, അതായത് ടി വിയിൽ ന്യൂസ് കണ്ടത് അപ്പം ന്യൂസാക്കി എടുത്തിട്ട് വീഡിയോയിൽ റെക്കോർഡ് ചെയ്തിട്ട് എനിക്ക് അയച്ചു തന്നിട്ടുണ്ട്. നിങ്ങളുടെ വീഡിയോ സൂപ്പറായിട്ടുണ്ട്, ഇപ്പം നല്ല റീച്ച് ആയല്ലോ, എന്തൊക്കെയുണ്ട്, പുതിയ വീഡിയോ ഒന്നും ഇല്ലേ? എല്ലാ വെള്ളിയാഴ്ചയും നമ്മളെ വീഡിയോ എല്ലാവരും സെർച്ച് ചെയ്യും. അതന്നെ ഓഫീസ് നല്ല സപ്പോർട്ടാണ്. നമ്മൾ നൈസായിട്ട് പെർമിഷൻ എടുത്ത് മാഡം ഇപ്പം വരാം, ചെറിയൊരു കാര്യമുണ്ട് എന്നൊക്കെ പറഞ്ഞ്, അപ്പോൾ മാഡത്തിന് മനസ്സിലാവും വീഡിയോ എടുക്കാനായിരിക്കും, ശരി ഓക്കെ എന്ന് പറഞ്ഞ് അങ്ങനെ ഫാമിലി കഴിഞ്ഞാൽ പിന്നെ ഓഫീസാണ്. കാരണം നമ്മൾ ഫാമിലിയിൽ ഏറ്റവും കൂടുതൽ സമയം ഫാമിലിയിൽ സ്പെൻഡ് ചെയ്യണം, അത് കഴിഞ്ഞിട്ട് ഓഫീസ് സ്പെൻഡ് ചെയ്യണം. അപ്പോൾ സപ്പോർട്ട് ഉണ്ടാവുമല്ലോ. സോ ഭയങ്കര സപ്പോർട്ടാണ്. രാജീവേട്ടൻ്റെ കാര്യം അറിയാം. എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ മടിയാണ്. എനിക്ക് ഓഫീസിൽ ഓരോരുത്തരെ ഫേസ് ചെയ്യാൻ തന്നെ മടിയാണ്. അടുത്ത ക്വസ്റ്റ്യൻ എന്താ വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ ഡ്യൂട്ടിക്ക് പോകുമ്പോൾ നമ്മളെ സഹപ്രവർത്തനം മാത്രമല്ലല്ലോ, ഓഫീസർമാരും ഉണ്ടാവും. അപ്പോൾ അവർ ചിലവർ ഇത് പെട്ടെന്ന് നമ്മളെ കാണുമ്പോൾ പരിചയം ഉണ്ടാവും, പക്ഷേ ഈ ഏത് വീഡിയോയിലാണ്, ഏത് യൂട്യൂബിലാണ്, അതിനാണ് ഒന്നും അറിയില്ല. അപ്പോൾ ചില സഹപ്രവർത്തകർ വന്നിട്ട് സാറേ ഇവനറിയില്ലേ, നമ്മുടെ തൂമക്കണ്ണ് പറയുമ്പോൾ ഇവനാണല്ലേ അത് പറയുമ്പോൾ നമുക്കൊരു ഉള്ളിൻ്റെ ഉള്ള ഒരു ചമ്മലുണ്ടാവുമല്ലോ. എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര മടിയാണ്. അതുകൊണ്ട് ഞാൻ അത് ആരും അങ്ങനെ പറയാറില്ല. എൻ്റെ ഓഫീസിൽ എല്ലാവരും സപ്പോർട്ടാണ്. എല്ലാവരും ചോദിക്കും അടുത്ത വീഡിയോ എപ്പോഴാണ്, ആ ലെവലിലേക്ക് വന്നു. ആദ്യമൊന്നും ചോദിക്കാറില്ല, ഇപ്പോഴൊക്കെ ചോദിക്കാൻ തുടങ്ങി എപ്പോഴാണ് വീഡിയോ എന്നൊക്കെ ചോദിക്കുക. അതുകൊണ്ട് നല്ല സപ്പോർട്ടാണ് എനിക്ക്. തൂമക്കണ്ണനിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം എന്താണ്? തൂമക്കണ്ണനിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം എൻ്റെ അഭിപ്രായത്തിൽ പറയുകയാണെങ്കിൽ നമ്മൾ 4 പേരും കൂടെ കൂടി നിൽക്കലെന്നാണ്. ഒന്നുമല്ല, എന്താ പറയാ, ഇപ്പൊ കണ്ടന്റോ ഷൂട്ടോ അല്ലെങ്കിൽ ട്രാവലിംഗ് ഒന്നും, നമ്മൾ 4 പേരും കൂടെ കൂടണതാണ് ഏറ്റവും വലിയ സന്തോഷം. അപ്പോൾ അതിനേക്കാൾ വലിയ സന്തോഷം എനിക്ക് പറയാനില്ല. രാജോട്ടം പറയും. സത്യം പറയാല്ലേ, ഇതേ തന്നെയാണ്. പക്ഷെ എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആഴ്ചയിൽ ഒരാഴ്ച അതായത് നമ്മളിപ്പോൾ ജോലി കാര്യങ്ങളൊക്കെ ആയിട്ട് ഓരോ ഡ്യൂട്ടി സംബന്ധമായിട്ട് ഉണ്ടാവില്ല. എന്നാലും ആഴ്ചയിൽ ഒരു 2-3 പ്രാവശ്യമെങ്കിലും ഒന്ന് മീറ്റ് ചെയ്തില്ലെങ്കിൽ നമുക്ക് സമാധാനം ഉണ്ടാവില്ല. ഇപ്പോൾ വീഡിയോ എടുക്കില്ലെങ്കിൽ ശരി, നമുക്ക് വൈകുന്നേരം ഫ്രീ ആയി കഴിഞ്ഞാൽ എല്ലാവരും ഫ്രീ ആണോ, വാ നമുക്ക് എന്നവിടെ പോവാ, സ്ഥലം പോവാൻ വേണ്ടി ജസ്റ്റ് ആഴ്ചയിൽ ഞങ്ങളൊരു 3 തവണയെങ്കിലും ഞങ്ങൾ മീറ്റ് ചെയ്യാറുണ്ട്. അതങ്ങനെയാണ് എനിക്ക് തോന്നിയത്. വീഡിയോ എടുക്കുമ്പോഴുള്ള രസകരമായിട്ടുള്ളതില്ലേ, നിങ്ങൾ ബ്ലോപ്പർ കാണില്ലേ, അതന്നെ ചിരിച്ച് വീഡിയോനെക്കാട്ടുമാണ് വീഡിയോ എടുക്കുമ്പോൾ മുമ്പുള്ളത്. പിന്നെ വേറൊരു കാര്യം തോന്നിയത് എന്താ അറിയോ, ഒരാൾക്ക് ഇപ്പോൾ 4 പേരും കൂടി ഒരു കാര്യം തീരുമാനിച്ചാൽ ഒരാൾക്ക് അതിൽ മടി പറഞ്ഞില്ലേ, പിന്നെ ആ കാര്യമേ വേണ്ട വെക്കും. അത് നല്ലൊരു ക്വാളിറ്റിയാണ്. ഒരാളുടെ ഇഷ്ടം പോലും നോക്കാണ്ട് ഒന്നും ചെയ്തിട്ടില്ല. ഞങ്ങളുടെ ഒരു ട്രസ്റ്റാണ്. കമ്മിറ്റിയിലെ ഒരു മെമ്പറെങ്കിലും ഞാൻ പറയണ്ടേ, സത്യം പറഞ്ഞാൽ ഈ ഷൂട്ടൊക്കെ കണ്ട് ഞങ്ങൾ വൈകുന്നേരമൊക്കെ ഒരു പാറിന്റെ മേലെ പോയിരിക്കും. ശരിക്കും എനിക്ക് അതാണ് ഭയങ്കര ഹാപ്പിനെസ്. വെറുതെ അവിടെ ഈ പ്രകൃതി രമണീയം കാണാൻ വേണ്ടിയിട്ട് മേലെ ഒരു കാര്യം നിന്റെ പറയുമ്പോൾ
അതായത് ആ പാറിന്റെ മേലെ പോയി ഇരിക്കുമ്പോൾ ആ സൺസെറ്റ് കാണാൻ ഭയങ്കരമായ ഒരു ഭംഗിയാണ്. ആ ഒരു ഭംഗി ഞങ്ങൾ നല്ല പോലെ 4 പേരും ആസ്വദിക്കാറുണ്ട്. സത്യം പറഞ്ഞാൽ അതാണ് എന്നെ സംബന്ധിച്ച് നല്ലൊരു ഹാപ്പിനെസ്. സത്യം. അത് നിക്ക് ബാക്കി ഞാൻ പറയാം. ഞാൻ വേറൊരു കാര്യം കൂടി ചോദിക്കാൻ എന്താ അറിയോ, അല്ല നിക്ക് എന്താ അറിയോ, നിങ്ങൾ എല്ലാവരും ഞങ്ങൾ 4 പേരും സ്ക്രീനിൽ ഓരോരോ കണ്ടന്റിൽ ഓരോ ക്യാരക്ടറായിട്ട് കണ്ടിട്ടുള്ളൂ. പക്ഷെ നമ്മൾ റിയൽ ലൈഫിൽ എങ്ങനെയാന്ന് അധികം ആർക്കും അറിയില്ല. അപ്പൊ ഇതിലെ സീരിയസ് പേഴ്സൺ ആരാണ്? എപ്പോഴും അതിഭീകരമായിട്ട് സീരിയസ് ആയിട്ടുള്ള പേഴ്സൺ ആരാണ്? പറയും. നിന്റെ അടുത്താണ് സീരിയസ് പേഴ്സൺ പറഞ്ഞു കഴിഞ്ഞാൽ ആരാണ്? എന്റെ അടുത്താ ചോദിക്കുന്നത്. പിന്നെ എങ്ങനെയല്ല സീരിയസ് പേഴ്സൺ പറയുമ്പോ ചില സമയത്ത് എനിക്ക് ഞാൻ തന്നെയാണ് തോന്നുന്നു. അല്ലേ അങ്ങനെയല്ല, ചില സമയത്ത് അങ്ങനെയല്ല അല്ല നമുക്ക് വിഷമങ്ങൾ ഉണ്ടാവില്ല ചില സമയത്ത്. അപ്പൊ എന്റെ ദേഷ്യമൊക്കെ ഞാൻ ചിലപ്പോ അജീഷിന്റെ അടുത്ത് തീർക്കാറുണ്ട്. ഹലോ, സീരിയസ് പേഴ്സൺ വേറെ പോയി. ഞാൻ പറയട്ടെ, സീരിയസ് പേഴ്സൺ എന്റെ നോട്ടത്തിൽ ഇതിൽ 4 പേരും അല്ല. എല്ലാവരും നമ്മൾ വെളിയിൽ എന്തോ ആയിരിക്കും, നമ്മൾ 4 പേരും കൂടി കൂടുമ്പോൾ ആരും സീരിയസ്, പിന്നെ സീരിയസ് ആകും, ഇടയിൽ അടിയൊക്കെ ആകും നമ്മൾ. അത് 1ഉം 2ഉം പറഞ്ഞിട്ട്, അല്ലാണ്ട് വേറെ കാര്യങ്ങൾ എനിക്ക് ആരും സീരിയസ് പേഴ്സൺ ആയിട്ട് തോന്നിയിട്ടില്ല. സീരിയസ് പേഴ്സൺ പറയണത് നമ്മൾ ഈ വീഡിയോയില് കുറച്ച് സീരിയസ് ആയിട്ട് കാണുന്ന രീതിയിലാണ് പറയണതോ? അല്ല, മീൻസ് വീഡിയോ എടുക്കാൻ ഓഫ് സ്ക്രീനിൽ അല്ലാണ്ടിരിക്കുമ്പോ വീഡിയോയിൽ ഓക്കെ, അല്ലാണ്ട് ലൈഫിലായാലും ഇപ്പൊ ഒരു കാര്യം ചർച്ച ചെയ്യുമ്പോഴായാലും സീരിയസ് ആയിട്ട് ഓരോ കാര്യങ്ങൾ പറയണതും പുറത്തെ ആളുകളോട് സീരിയസ് ആയിട്ട് നിൽക്കുന്നതും മീൻസ് അത്ര ഫണ്ണി അല്ലാത്ത കുറച്ച് സീരിയസ് ആയിട്ടുള്ള ആള് ഞാൻ തന്നെയാണ്. ഞാൻ പറയാം, ഇതില് ഓഫ് സ്ക്രീനില് മീൻസ് അധികം വലിയ കൂട്ടുകെട്ട് മീൻസ് അങ്ങനെ എല്ലാവരോടും എന്താണ് സുഖല്ലേ, ഹലോ അങ്ങനെ പറയാതെ ആവശ്യത്തിന് സംസാരിക്കും. ആവശ്യത്തിന് കുറച്ച് ജാടയൊക്കെ. പുറത്തുള്ളവർക്ക് ചിലപ്പോൾ അഹങ്കാരിയാണെന്നൊക്കെ തോന്നും, പക്ഷെ അഹങ്കാരിയല്ല. ഇയാളല്ലേ, വേറെ ആരുമല്ല, അജീഷനാണ്. കാരണം പുറത്തുള്ളവർക്ക് ഭയങ്കര ജാടയാണ്, പക്ഷെ നമുക്കേ അറിയുള്ളൂ ആള് സെറ്റാണെന്ന്. അങ്ങനെ അതെ പറയും. നിങ്ങൾ സീരിയസ് അല്ലേ പറഞ്ഞു? അവൻ പറഞ്ഞു ഫണ്ണി എല്ലാവരും ഫണ്ണ് തന്നെയാണ്. അതിലിപ്പോ എന്താണ്, എല്ലാവരും ഫണ്ണാണ്. മറ്റേ ഓരോരുത്തരും ഓരോ. ശരി, ഞാൻ പറയാം. ഫണ്ണി ആയിട്ടുള്ള മനുഷ്യ ഇയാളാണ് ഞാൻ കേട്ടോ. കാരണം അതായത് ഓഫ് സ്ക്രീനിലാണെങ്കിലും ഓൺ സ്ക്രീനിലാണെങ്കിലും കൂടുതലായിട്ട് ഫണ്ണി കോമഡി എല്ലാം പറയണത് മൂപ്പര് തന്നെയാണ്. എന്ത് കാര്യത്തിലും മൂപ്പര് പറയണ കേൾക്കുമ്പോൾ തന്നെ നമ്മൾക്ക് ചിരി വരും. അതൊരു തന്നെയാണത്. സത്യമാണ്. ഹ്യൂമർ അടിക്കാൻ വിറ്റ് നമ്മളിപ്പോ എവിടെ ട്രാവൽ ചെയ്യുകയാണെങ്കിലും ഷൂട്ട് ചെയ്യുമ്പോഴെങ്കിലും ബ്ലോപ്പർ ആണെങ്കിലും എന്താണെങ്കിലും വിറ്റടിക്കാൻ ലിൻഡോട്ടറാണ് ഇതില് മോസ്റ്റ് ഫണ്ണി ഗായ്. നമുക്ക് പറയാനുള്ളത് മൂപ്പര് അടിക്കുന്ന ഓരോ വിറ്റൊക്കെ കേട്ട് വീട്ടിലിരുന്ന് ചിലപ്പോ ഒറ്റയ്ക്ക് വരുമ്പോ അല്ല ഉള്ള കാര്യം ഉണ്ടാ. മൂപ്പര് കൂടെ ഷൂട്ട് എടുക്കുമ്പോ ലാസ്റ്റത്തെ ഒരു വീഡിയോ ഉണ്ടായിരുന്നു. എന്റെ അപ്പോ ഞാൻ എന്താ പറയാ, കണ്ണുകൂടെ വെള്ളം വന്ന് മതി ഇങ്ങത്തി. അടുത്ത ചോദ്യം പറയൂ. സെൻസിറ്റീവ്. ശരി, സീരിയസ് ചോദിച്ചല്ലോ. ഇതിൽ ഏറ്റവും സെൻസിറ്റീവ് ആരാണ് പറ? ഏറ്റവും കൂടുതൽ സെൻസിറ്റീവ് ആയുള്ള മനുഷ്യൻ ഈ ഫണ്ണി പറഞ്ഞ ഇയാൾ തന്നെയാണ് സെൻസിറ്റീവ്. സീരിയസ് ആയിട്ടുള്ള കാര്യമാണ്. കാരണം ചെറിയൊരു കാര്യം മതി മൂപ്പര് പെട്ടെന്ന് സെൻസിറ്റീവ് ആവുള്ളൂ. ആണ്, ശരിയാണത്. എന്റെ കാഴ്ചപ്പാടിൽ മൂപ്പരാണ് സെൻസിറ്റീവ്. ഓരോരുത്തർക്കും ഓരോ അനുഭവമല്ല. ഇപ്പൊ നമ്മൾ 4 പേരും നമ്മളെ 4 പേർക്കും നമ്മുടെ ക്ലിയർ ആയിട്ട് അറിയുക ചോദിച്ചാൽ അറിയും. പക്ഷെ സിറ്റുവേഷനിലാണ് ഓരോ ഇടുന്നത്. എന്തെങ്കിലും ചെറിയൊരു ടെൻഷൻ എന്തെങ്കിലും വന്നാൽ ലിൻഡോട്ടനാണ് ഭയങ്കര പാനിക് ആവുക. ഞങ്ങള് ഒരുമിച്ച് പറയണ വിചാരിക്കണ്ട, എന്റെ അഭിപ്രായം അവന്റെ അഭിപ്രായം വേറെ പറയാനാണ്. വ്യത്യാസം. ഇപ്പൊ എന്താടാ എന്ന് പറഞ്ഞ് പുള്ളി ടെൻഷനാണ് അടക്കി. പിന്നെ ഞാനും കുറച്ച് സെൻസിറ്റീവാണ്. കുറച്ചുള്ളൂ. അവന് എല്ലാത്തിനും കുറച്ച് ആകാംക്ഷ കൂടുതലാണ്. കൂടിയിട്ട് ശരിയാക്കിയിട്ടുണ്ട്. രാജോട്ടൻ പറയൂ. അല്ല, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കുറച്ച് പേടിച്ചു. എന്താ വെച്ച് കഴിഞ്ഞാൽ മൊത്തം എല്ലാരും കൂടെ എന്റെ മെക്കിട്ട് വേറെ വിചാരിച്ചു. പക്ഷെ എനിക്കുള്ള സാധനം വേറെ എടുത്തു വെച്ചിട്ടുണ്ടോ? എനിക്കുള്ള സാധനം അത് പറയണല്ലോ. ഇങ്ങോട്ട് നിൽക്കുക, എന്റെ കാക്കണ്ടാവും. ഞാൻ പ്രതീക്ഷിച്ചത്, പക്ഷെ അമ്പ് വേറെ ഭാഗത്ത് പോയത്. ലിൻഡോട്ടൻ പറഞ്ഞു കഴിഞ്ഞാൽ മൂപ്പര് എന്താ വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് ഒരു കാര്യം നമ്മൾ കേൾക്കുമ്പോൾ ആൾക്കൊരു പേടി പോലുള്ള സെൻസിറ്റീവ് അങ്ങനെയുള്ള സംഭവങ്ങളാണ്.
പക്ഷെ എനിക്ക് എങ്ങനെ പറഞ്ഞു ചെറുതായിട്ട് എന്തെങ്കിലും അത് ഞാൻ പറയാം, അങ്ങനല്ലല്ല, അത് ഞാൻ പറയാം. എന്റെ പറഞ്ഞല്ലോ, ഇനി ഞാൻ പറയാം. എനിക്ക് സെൻസിറ്റീവ് തോന്നിയത് രാജീവാണ്. രാജീവ് എന്താ അറിയോ, ഉള്ളിലൊന്നും വെക്കില്ല, പെട്ടെന്ന് അത് കാണിക്കുക പറഞ്ഞാൽ അങ്ങോട്ട് മാക്സിമം വരും സെൻസിറ്റീവ് ആയിട്ട്. ഞാൻ അങ്ങനെ സെൻസിറ്റീവ് അങ്ങനെ പേടി പറഞ്ഞാൽ എന്താ അറിയോ, നമ്മൾ നാല് പേര് കൂടി ഉണ്ടാകുമ്പോൾ ഒരു സംരംഭം കൊണ്ടുപോകുമ്പോഴേ അത് പലതരത്തിലുള്ള ബുദ്ധിമുട്ടുണ്ടാവും. അത് എന്തെങ്കിലും വരുമോ എന്നുള്ള പേടി എനിക്കുണ്ട്. അതുകൊണ്ടുള്ള പേടിയാണ്, സെൻസിറ്റീവാണ്. അല്ലാണ്ട് റോംബസ് സ്ട്രീറ്റ് അടുത്ത ഞാൻ പറയട്ടെ, ചിരിവെന്നേക്ക് പറയുമ്പോ തന്നെ ആളാണെന്ന് മനസ്സിലാവും. ഈ കൂട്ടത്തിൽ ആരാ മടി എന്താ അറിയോ, വെറുതെ ഞാൻ കാര്യം പറ്റേ, വെറുതെ 4 പേരും പറഞ്ഞ് സമയം കളയേണ്ടതുകൊണ്ട് ഞാൻ ചുരുക്കി പറയുകയാണ്. ഒറ്റ അഭിപ്രായം എനിക്ക് അഭിപ്രായമില്ല, ആർക്കും ഒരു അഭിപ്രായം ഒന്നുമില്ല. അഭിപ്രായ വ്യത്യാസം രാജീവ് വാട്ടനാണ് ഏറ്റവും മടിയൻ ഇൻ ദ സെൻസ്. ഷൂട്ടിന് കറക്റ്റ് സമയത്ത് വരില്ല. 10:30 സമയം വെച്ച ആള് 10:30 വീട്ടിൽ നിന്ന് 10:30 ഇറങ്ങാലേ. ഞാൻ പറയല്ലോ, നിങ്ങക്ക് പറയാനില്ലേ? ഇല്ല, പറഞ്ഞോ. എനിക്ക് പറയാനില്ല. അതായത് മടിയെന്ന് ഉദ്ദേശിക്കുന്നത് അറിയോ, ഇപ്പൊ ഞങ്ങളൊരു സമയം പറയും, ഒരു 10:30 എന്ന് പറയും. പക്ഷെ അവന്റെ കാഴ്ചപ്പാടിൽ എന്താ പറയാ, ഇവര് 10:30 വന്ന് എന്തെങ്കിലുമൊക്കെ കുടുംബ വർത്താനൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഇരിക്കല്ലോ എന്നാണ് അവന്റെ വിചാരമേ. ഞങ്ങള് 10:30 പറയണത് ഇവന്റെ 10:30 പറഞ്ഞു, ഞങ്ങൾ 10 മണിക്കൂടെ എത്തിണ്ടാവും. പക്ഷെ ഇവന്റെ പറയണ വെച്ചാൽ നമ്മൾ ഒരു 10 മിനിറ്റ് മുമ്പ് പറയണം, എന്നാലും ഇവൻ കറക്റ്റ് ആയിട്ട് ഓൺ ടൈമിൽ എത്തുള്ളൂ. നിങ്ങൾ വിചാരിക്കും ഇത് ഷൂട്ടിന്റെ കാര്യത്തിൽ മാത്രമല്ല, എല്ലാ കാര്യത്തിലും ഇത് ഞങ്ങളുടെ 4 പേരുടെ അഭിപ്രായമില്ല, ഈ ആലത്തൂർ താലൂക്കിൽ എല്ലാവരുടെ അഭിപ്രായം. ആലത്തൂർ താലൂക്ക് മാത്രമല്ല, കേരള പരിസരം മുഴുവൻ ഇപ്പൊ കുറച്ച് മാറിയിട്ടുണ്ട്. വേഗം വരും. 10:30 പറഞ്ഞാൽ 10:45 എത്താൻ തുടങ്ങി. 10, 11 മണി 12 ആയിരുന്നു. മാറ്റം വന്നിട്ടുണ്ട്. അതിന് വേറൊരു കാര്യമുണ്ട്, ഇവന് എത്ര കേട്ടാലും ഒരു കാര്യമില്ല. അതെന്തായാലും മടി മാറാനുള്ള ഗുളിക കഴിക്കണ്ട. അല്ല പിന്നെ ഞാൻ ചോദിക്കട്ടെ, ഈ തൂമക്കണ്ണൻ തുടങ്ങുന്നതിന് മുമ്പ് നമ്മുടെ ജീവിതം എങ്ങനെയായിരുന്നു രാജീവേട്ടാ? തൂമക്കണ്ണൻ തുടങ്ങുന്നതിന് മുന്നേ സത്യം പറയാലോ, ടിക്ടോക്ക് ഒന്നും പറയണ്ട. ഇപ്പൊ നമ്മള് സാധാ ഒരാള് രാവിലെ എണീക്കുന്നു, ജോലിക്ക് പോകണു, വൈകിട്ട് വരുന്നു, റെസ്റ്റ് ചെയ്യണു, പിന്നെ അടുത്ത ദിവസം പറഞ്ഞു കഴിഞ്ഞാൽ ലീവ് ഓഫ് കിട്ടും, നമുക്ക് ഫാമിലി ആയിട്ട് എവിടേക്ക് ഇറങ്ങാൻ പോകണം. അങ്ങനെ ആ ഒരു ചിന്താഗതി മാത്രമേ ഉള്ളൂ. അതിനപ്പുറം എന്ത് എന്നുള്ളൊരു ഇതുണ്ടായിരുന്നില്ല. പിന്നെ അടിയില് ഫ്രണ്ട്സിനെ കാണും, അങ്ങനെയൊക്കെ ചെയ്യുന്നല്ലാണ്ട് വേറെ പ്രത്യേകിച്ച്. എന്റെ തൂമക്കണ്ണൻ തുടങ്ങണമെന്ന് പറഞ്ഞ ഒരു ലക്ഷ്യബോധമുണ്ട് ഇപ്പോ. അല്ല സത്യം ഉണ്ട്, സത്യമായിട്ട് എന്തെങ്കിലും ഒരു എന്താണ് സാധാരണ ഒറ്റയ്ക്ക് സെൽഫി വീഡിയോ കാർത്ത് ഫോസർക്ക് വെതർ തപ്പാർക്ക് അങ്ങനെയൊക്കെ എടുത്ത് പോയതാണ്. അതിന്റെയൊക്കെ മാറ്റം വന്നിട്ടുണ്ട്, മൊത്തത്തില് ചേഞ്ച് വന്നിട്ടുണ്ട്. ഇതന്നെ, അതായത് മുമ്പ് പറയണത് നമ്മള് വർക്കൗട്ട് ചെയ്യുക, പോവുക, ഓഫീസിൽ പോകുക, ഇങ്ങനെ തന്നെ പോവുക. ആരെങ്കിലും ചോദിച്ചെടുത്താ അവൻ ഫയർഫോഴ്സിലാണ് വർക്ക് ചെയ്യണത്, അത്ര മാത്രമേ ജനങ്ങൾക്ക് അറിയുള്ളൂ. മുമ്പ്, ഇപ്പം അങ്ങനെയല്ല. ഞാൻ മുമ്പത്തെ കാര്യം മാത്രം പറയണം പറഞ്ഞുകൊണ്ടാണ്. മുമ്പ് ഇത്രേ ഉള്ളൂ, അതായത് വർക്കൗട്ട് പോവുക, ഓഫീസിൽ പോവുക, വീട്ടിൽ വരിക, തന്നെ ഈ ഒരു ഷെഡ്യൂൾ മാത്രമായിരുന്നു. ഇപ്പം അങ്ങനെയല്ല, ഇപ്പൊ ഫുള്ള് ബിസി ഷെഡ്യൂളാണ്. രണ്ട് മാറ്റമുണ്ട്. ലൈഫ് ബിഫോർ തൂമക്കണ്ണൻ മുമ്പ് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പണ്ട് പോലെ വീഡിയോഗ്രാഫിയും എഡിറ്റിങ്ങും താല്പര്യമുള്ളതുകൊണ്ട് ആരും അറിയാതെ എന്റെ വീഡിയോ ഞാൻ തന്നെ സ്റ്റാറ്റസ് ഇട്ട് ഞാൻ തന്നെ ഗാലറി പോയി നോക്കി, 2-3 പേര് നോക്കി, 3-4 തന്നെ. അങ്ങനെയുള്ളൊരു സാധാരണ ആരും അറിയാത്തൊരു എഡിറ്റർ ലൈഫായിരുന്നു ബിഫോർ തൂമക്കണ്ണൻ, അല്ലേ? അടുത്ത കിറ്റ്കാറ്റ് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ തൂമക്കണ്ണിന് മുന്നുള്ള ലൈഫാണ് നമ്മൾ ചോദിച്ചത്. ഇനി തൂമക്കണ്ണിന് ശേഷമുള്ള നിങ്ങളുടെ ലൈഫ്? തൂമക്കണ്ണിന് ശേഷം ഇപ്പം എല്ലാവരും അതുപോലെ തന്നെ ആയിരിക്കും. എന്നാൽ ഞാൻ പറയാം, തൂമക്കണ്ണിന് ശേഷം പറഞ്ഞാൽ 4 പേര് ഒരു ഐഡന്റിറ്റി, അതായത് വെളിയിൽ പോകുമ്പോഴേ ഇപ്പോൾ നമ്മൾ ഒരിക്കൽ പോലും കണ്ടിട്ടില്ലാത്ത ആൾക്കാർ അതല്ലേ വന്ന് ചിരിച്ച് കൈതരിക, അതൊക്കെ ഭയങ്കര സന്തോഷം തരുന്നത്. അതൊക്കെയാണ് ഏറ്റവും വലിയ തൂമക്കണ്ണിന് ശേഷം ഉള്ള കാര്യമായിട്ട് പറയാനുള്ളത്. അതന്നെ, 4 ആൾക്കാർ അറിയാൻ തുടങ്ങി, 4 പേര് നല്ല പോലെ അറിയാൻ തുടങ്ങി. പണ്ട് ചീത്ത പേരാണ്, ചെപ്പത്തിന് നല്ല പേര്, ചെക്കൻ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുന്നതായി. പിന്നെ അതുകൂടാതെ വീട്ടിലൊക്കെ നമ്മള് ഡ്യൂട്ടി ഇല്ലെങ്കിൽ റെസ്റ്റിന് വീട്ടിലിരിക്കും. അപ്പൊ അമ്മ പറയും, എന്താ ഒന്നും ചെയ്യണില്ലല്ലോ, എന്തെങ്കിലുമൊക്കെ പണി ചെയ്യടാ മകനെ, ഒന്നും വീട്ടില് എന്തെങ്കിലും ഉണ്ടല്ലേ, പാടത്ത് പോകുന്നൊക്കെ പറയും. ഇപ്പൊ എന്താ പറയണെന്ന് പറഞ്ഞാൽ, അന്ന് ഷൂട്ട് ഉണ്ടല്ലേ, നമ്മളൊന്ന് ഡ്രസ്സൊന്ന് മാറ്റിയാൽ മതി, അപ്പോ ഷൂട്ട് ഉണ്ടല്ലേ. അത് ആ ഒരു റെസ്പെക്ട് കിട്ടി വീട്ടിൽ. എന്ത് എങ്ങനെ? അതെ അതെ. തൂമക്കണ്ണൻ തുടങ്ങിയ ശേഷം ലൈഫ് എങ്ങനെ മാറിയെന്ന് വെച്ച് കഴിഞ്ഞാൽ, എല്ലാ ദിവസവും കിടക്കുമ്പോൾ ഒരു സംതൃപ്തിയാണ്. ഇന്ന് അത്യാവശ്യം നന്നായിട്ട് എഫേർട്ടായിട്ട് ഒരു കാര്യം ചെയ്തു, പ്രൊഡക്റ്റീവായിട്ടൊരു കാര്യം ഇന്ന് ചെയ്തു, ഒരു സ്ക്രിപ്റ്റ് എഴുതി, ഒരു വീഡിയോ എഡിറ്റ് ചെയ്തു, അല്ലെങ്കിൽ 4 പേരും കണ്ടു, അല്ലെങ്കിൽ 2
പബ്ലിസിറ്റി ആഗ്രഹിക്കുന്നില്ല, എന്നാലും പുറത്തൊരു ഫംഗ്ഷൻ പോയ ഒരാൾ ഹായ് തൂമക്കണ്ണൻ്റെ വീഡിയോ വന്നിട്ടുണ്ട്, ആ ഒരു സംതൃപ്തി ഉണ്ടല്ലോ, അത് ശരിയാണ് കേട്ടോ. അത് ഏറ്റവും വലിയ കാര്യമാണ് ലൈഫ് ആഫ്റ്റർ തൂമക്കണ്ണൻ തുടങ്ങിയതിന് ശേഷം. അത് നമ്മളെ ചെയ്ത ഒരു സംരംഭം ഇവനാണ് പറയേണ്ടത്. ഞാൻ ഒരു ചെറിയൊരു കാര്യം പറയാനല്ലോ, ചെറിയൊരു സംരംഭം നമ്മൾ ചെയ്തിട്ട് 4 ആള് നന്നായിട്ടുണ്ട് പറയുമ്പോ ഒരു തൃപ്തി കിട്ടില്ലേ, അതാണ് അവൻ പറഞ്ഞത്. അത്രേ ഉള്ളൂ അല്ലേ? നീ പറഞ്ഞു. അല്ല അത് പറഞ്ഞത് കറക്റ്റ് തന്നെ. എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു ലക്ഷ്യബോധം ഉണ്ടായി. ലക്ഷ്യബോധം പറഞ്ഞ അങ്ങനെയല്ല, നമുക്ക് എന്താണ് സന്തോഷം എന്നുള്ളത്, നമുക്ക് എന്തിൽ നിന്നാണ് നമുക്ക് സന്തോഷം കിട്ടുന്നത് ഞാൻ തിരിച്ചറിഞ്ഞു. ഇപ്പോൾ എൻ്റെ ഓരോരുത്തർക്കും ഓരോ സന്തോഷം ഉണ്ടാവുമല്ലോ, ഹാപ്പിനെസ്. ഇപ്പോൾ എന്ത് ചെയ്യുമ്പോഴാണ് നമുക്ക് സന്തോഷം കിട്ടുക, അത് ഞാൻ തിരിച്ചറിഞ്ഞു. എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു ജോലി വീട്ടിൽ വല്ല എന്തെങ്കിലും പ്രോബ്ലം ആയാലും എന്ത് പ്രോബ്ലം ഉണ്ടായാലും നമുക്ക് ഒരു റിലാക്സേഷൻ കിട്ടുന്നത് നമുക്ക് ഈ 4 പേരും കൂടി ഒത്തുചേരുമ്പോഴും നമ്മൾ വീഡിയോ എടുക്കുമ്പോഴൊക്കെയാണ്. ഞാൻ ചോദിക്കട്ടെ, നമ്മളെ ഇപ്പൊ 4 ഇത്രയും കണ്ടന്റ് ഉണ്ടാക്കിയില്ലേ, ഇപ്പൊ ഈ കണ്ടന്റുകൾ ഉണ്ടാക്കി കുറെ വീഡിയോകൾ ചെയ്തു, കണ്ടന്റ് ഉണ്ടാക്കിയിട്ട് നമ്മൾ 4 പേരിന്റെ ബന്ധം എങ്ങനെയായി തോന്നുന്നത് അജീഷേ? ഞാനല്ലേ ശരിക്കും പറഞ്ഞ ബന്ധം നീ എന്റെ ചോദ്യം എനിക്കറിയില്ല. ബന്ധം നല്ല സ്ട്രോങ് ആയി. ഇത്തിരി പണ്ട് ഞങ്ങൾ ബോണ്ടാണ്, പക്ഷെ ഇത്രയും കൂടി നമ്മൾക്ക് ഓരോ പേഴ്സണലി ഓരോ ആൾക്കാരുടെ ക്യാരക്ടർ കുറച്ചും കൂടി മനസ്സിലാക്കാൻ സാധിച്ചു ഇതിലൂടെ. എന്താ പറഞ്ഞാൽ നമ്മള് ഫ്രണ്ട്സാണ്, പക്ഷെ ഇതിലൂടെ പറഞ്ഞാൽ നമ്മൾ എല്ലാ സമയത്തും ഒരുമിച്ചല്ലേ. അപ്പോൾ ഓരോ ആൾക്കാരുടെ നെഗറ്റീവ് വശങ്ങളും പോസിറ്റീവ് വശങ്ങളും. നെഗറ്റീവ് വശം നല്ല 4 പേര് നല്ല ചങ്കായ കാര്യം, നമ്മൾ നെഗറ്റീവ് വശം അങ്ങനെ എടുക്കാറില്ല, അത് വേറൊരു കാര്യം. പോസിറ്റീവ് വശം ഭയങ്കരമാണ്. ഞങ്ങൾക്കൊരു എന്താ പറയുക നല്ലൊരു വൈബാണ്, വേറൊന്നുമല്ല. തൂമക്കണ്ണ ഈ ഓരോ കണ്ടന്റ് ഉണ്ടാക്കുമ്പോൾ റിലേഷൻഷിപ്പ് എങ്ങനെ ബാധിച്ചു ചോദിച്ചു കഴിഞ്ഞാൽ ബാധിക്കുമല്ലോ. അല്ല, റിലേഷൻഷിപ്പ് സ്ട്രോങ് ആയി, ഭയങ്കര സ്ട്രോങ് ആയി, ഒരു രക്ഷയില്ല. വി ഫീൽ ലൈക്ക് ബ്രദേഴ്സ് അല്ലേ? അങ്ങനെ എന്താ പറയാ, ലൈഫ് കുറച്ചുകൂടെ ബെറ്റർ ആയി, ലൈഫ് ചിന്താഗതികൾ കുറച്ചുകൂടെ ബെറ്റർ ആയി, ലൈഫ് കുറച്ചുകൂടെ ബെറ്റർ ആയി. നമ്മളുടെ നിലവാരം കുറച്ച് കൂടിയെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. പിന്നെ അങ്ങനെയല്ല, നമ്മൾ ഇത് നീ പറഞ്ഞ തെറ്റാണ്. അല്ല അങ്ങനെയല്ലല്ലോ അവന് തോന്നിയിട്ടുള്ളത്. എന്റെ അഭിപ്രായം അങ്ങനെ പറ. എന്റെ അഭിപ്രായം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇത് നമ്മള് വന്നതിന് ശേഷം എന്ത് കാര്യത്തിനും നമുക്ക് ഇപ്പൊ നമുക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം വന്നാലോ, എന്തെങ്കിലും നമുക്ക് ഫാമിലി എന്ത് പ്രോബ്ലം, ഫാമിലി എന്ത് പ്രോബ്ലം ഉണ്ടെങ്കിലും കട്ട ചങ്കുകൾ എന്ന് പറയാൻ ഒരു ബോണ്ട്, ആ ഒരു ബോണ്ട്. അവ എന്താ ഉദ്ദേശം ഞാൻ പറഞ്ഞുതരാം. ആ ഉദ്ദേശം എന്ത് വിഷമം ഉണ്ടെങ്കിലും നമുക്ക് ഷെയർ ചെയ്യാൻ പറ്റിയ 4 ആൾക്കാരായി എന്നാണ് ആ ഉദ്ദേശം. കാട് കയറി എനിക്ക് തോന്നിയിട്ടുള്ള കാര്യം ഞാൻ പറയട്ടെ. എന്റെ തോന്നിയിട്ടുള്ള കാര്യം, നമ്മള് 4 പേര് പണ്ട് മുതലേ ചെറുപ്പം മുതലേ അറിയാം, പഠിച്ചതൊക്കെയാണ്. പിന്നെ നല്ല ബന്ധമായി. അതിലുപരി എന്താ 4 പേരിന്റെ വീട്ടിലും ഇല്ലേ എല്ലാ ഫാമിലി. ഇപ്പൊ മറ്റേ വൈഫ്, ഇപ്പൊ എന്റെ വൈഫാണെങ്കിലും അജീഷിന്റെ ആണെങ്കിലും രാജീവിന്റെ ആണെങ്കിലും, അവന് പിന്നെ വൈഫില്ല, ഫാമിലി ആണെങ്കിലും ഭയങ്കര ബന്ധുവായി, ഒരു കുടുംബം പോലെയായി. അതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. നമ്മ ഈ തൂമക്കണ്ണനിൽ നിന്ന് എന്ത് പഠിച്ചു? തൂമക്കണ്ണൻ എന്ത് പഠിച്ചു വെച്ച് കഴിഞ്ഞാല്, കുറച്ച് ഫിലോസഫിക്കലായി പറയുകയാണെങ്കിൽ നമ്മുടെ ചുറ്റുമുള്ളത് അത്ര വലിയ നല്ല മനുഷ്യന്മാരൊന്നും അല്ല, ഒരുപാട് പാഠങ്ങൾ പഠിച്ചു. സത്യമാണ്. കാരണം കൂടെ നിന്ന് ചിരിച്ച് നമ്മളോട് സംസാരിക്കുന്നവരൊന്നും അത്ര നല്ല മനുഷ്യന്മാരില്ല എന്നുള്ള ഏറ്റവും വലിയ പാഠം ഞാൻ പഠിച്ചു. സത്യമായിട്ടും ആടാ കൊള്ളടാ എന്ന് പറയുന്നവരൊന്നും ആത്മാർത്ഥയോടെ പറയല്ല എന്നുള്ള പാഠം ഞാൻ പഠിച്ചു. രാജവട്ടം പറയും. അത് പറഞ്ഞാൽ ആരൊക്കെ എന്തൊക്കെയാണെന്നുള്ളതും, ആരൊക്കെ നമുക്ക് സപ്പോർട്ട് നിൽക്കുന്നതും സപ്പോർട്ട് ഇല്ലാത്തവർ ആരൊക്കെയാണ് സെപ്പറേറ്റ് നമുക്ക് വിഭജിച്ച് നമുക്ക് പറയാൻ സാധിച്ചു. ഇവര് 2 പേര് പറഞ്ഞത് പൂർണ്ണമായി യോജിക്കുന്നുണ്ട്. പിന്നെ എന്ത് പഠിച്ചു ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മളൊരു കാര്യം ആഗ്രഹിച്ചു കഴിഞ്ഞാൽ അത് ആത്മാർത്ഥമായി ചെയ്തു കഴിഞ്ഞാൽ എവിടെയെങ്കിലും എത്താൻ പറ്റുന്നുള്ളൊരു വലിയ വാക്കല്ലേ. പഠിച്ചു ഞാനല്ലേ, അതായത് നമ്മൾ ചെയ്യുന്ന പ്രവൃത്തി വൃത്തിയായിട്ട് ചെയ്യുമ്പോൾ നമ്മൾ ആ സക്സസ്സിൽ എത്തുമല്ലോ. ആ സക്സസ്സിൽ നമ്മുടെ കൂടെ ആരൊക്കെ ഉണ്ടാവും എന്ന് ഞങ്ങൾ ഇന്ന് പഠിച്ചു. അതായത് എത്ര നല്ല ചങ്കുകളാണ് നമ്മുടെ കൂടെ ഉള്ളത്, അവർ എത്ര പേര് നമ്മളുടെ നിന്ന് പിന്നിൽ നിന്ന് കുത്തുന്നത്. അതായത് ഒരു സംരംഭം വളർന്നുകൊണ്ടിരിക്കുമ്പോഴേക്കും നമ്മുടെ ഫ്രണ്ട്സിൻ്റെ എണ്ണം കുറഞ്ഞുകൊണ്ടിരിക്കുക. അത് ഞങ്ങൾ ഇതിന്ന് പഠിച്ചു. സത്യല്ലേ? ഞാൻ സക്സസ് എന്ന് ഉദ്ദേശിച്ചതേ ഞങ്ങൾ അങ്ങനെ വലിയ ആയിന്നല്ല കേട്ടോ ഉദ്ദേശിച്ചത്. ഞങ്ങളുടെ ഒരു ചെയ്യുന്ന പ്രവൃത്തി ഞങ്ങൾ വൃത്തിയായി ചെയ്തിട്ട് ഞങ്ങൾക്ക് അതിലൊരു റിസൾട്ട് കിട്ടുമല്ലോ. ആ റിസൾട്ടിന്ന് അതാണ് ഞാൻ ഉദ്ദേശിച്ചിട്ട്. അല്ലാതെ ഞങ്ങൾ വലിയ ആൾക്കാരൊന്നും ആയിട്ടില്ല, ഞങ്ങൾ എവിടെ എത്തിയിട്ടില്ല. ഇതിൽ ഏറ്റവും അടിപൊളിയായിട്ട് അത് ബെസ്റ്റ് ആക്ടർ ബെസ്റ്റ് ആക്ടർ 4 തരത്തിലുള്ള ആക്ടർമാരാണ്, 4 തൂണാണ്. അതിൽ ഇത് ബെസ്റ്റ് ആക്ടർ പറയാനില്ല. ഒരാൾ ഒന്നിൽ ബെറ്റർ ആണെങ്കിൽ ഒരാൾ വേറെ ബെറ്റർ ആയിരിക്കും, മറ്റേ വേറെ ബെറ്റർ ആയിരിക്കും. അതുകൊണ്ട് 4 പേരും
നല്ല നടന്മാരാണ്. മിസ്റ്റർ മോഹനൻ നിങ്ങളൊരു നടനാണ്. അയ്യോ അത് പറയണ്ട വയറലോ അങ്ങനെ പറയുന്നില്ല, പുള്ളിനെ എടുക്കുന്നില്ല. അപ്പൊ 4 പേരും നല്ല നടന്മാരാണ്, എനിക്കത് അഭിപ്രായം. പറയും. എനിക്ക് അതന്നെ പറയാനുള്ളൂ. എല്ലാവരും അവരവരുടേതായ മേഖലയിൽ സക്സസ് ആണ്. ഞാൻ അത്രേ ഉദ്ദേശിച്ചു. എല്ലാവരും അതിൻ്റെതായ രീതിയിൽ ആത്മാർത്ഥത്തോടെ ചെയ്യുന്നുണ്ട്, അത്ര തന്നെ. പക്ഷെ ഞാൻ അങ്ങനെയല്ല പറയാ, ഞാൻ സത്യം മാത്രമേ പറയാറുള്ളൂ. ഇതിൽ ഏറ്റവും നന്നായിട്ട് അഭിനയിക്കുന്ന 3 പേരുണ്ട്. 1, 2, 3. എളിമല്ല, നിങ്ങൾക്ക് എനിക്ക് അഭിനയം വരില്ല സത്യമായിട്ടും. അപ്പൊ ഞങ്ങള് പറയണം അവനാണ് നല്ല നടക്കുന്നത്. അപ്പൊ അവൻ വിചാരിക്കും പറയുന്നത്, പക്ഷെ ഞങ്ങൾ പറയില്ല. അല്ലല്ല, ഇവരെ 3 പേരും ഇവര് 3 പേരുമാണ് ഇതിൽ ഏറ്റവും നല്ല നടന്മാര്. പക്ഷെ ഈ 3 പേരും നല്ല നടന്മാരാക്കുന്ന ആരാണ്? അവര് ചെയ്യുമ്പോ അവരവര് ചെയ്യുമ്പോ അങ്ങനെ അവരവര് ചെയ്യുമ്പോ എന്റെ അങ്ങനെയല്ല, തൂമക്കണ്ണനിലുള്ളതല്ല ഞാൻ പറഞ്ഞത്. എനിക്ക് പേഴ്സണലായിട്ട് എന്റെ ഒരു കുറച്ച് കുറവുകളൊക്കെ ഉണ്ടാവല്ലോ. എന്റെ കുറവായിട്ട് എനിക്ക് തന്നെ തോന്നിയിട്ടുള്ളത് എന്താണെന്നറിയോ, എനിക്ക് സങ്കടങ്ങൾ സഹിക്കില്ല, സങ്കടങ്ങൾ ഒന്നും വരില്ല. ഹലോ, അങ്ങനെയുള്ള ക്യാരക്ടർ അതാണ് കുറച്ച് ബുദ്ധിമുട്ട്. അതാണ് ഓരോരുത്തരും ഓരോ മേഖലയിൽ നല്ലതാണ് പറഞ്ഞത്. അപ്പൊ അതങ്ങനെ. അടുത്ത ചോദ്യം എന്നാ അങ്ങനെയാണെങ്കിൽ ഒരു ചോദ്യം എന്റെ അടുത്താണ്. സോറി, അങ്ങനെയാണെങ്കിൽ ഒരു ചോദ്യം ചോദിക്കട്ടെ. തൂമക്കണ്ണൻ നമ്മുടെ ഫാമിലിനെയൊക്കെ എങ്ങനെ ബാധിച്ചിട്ടുണ്ട്? തൂമക്കണ്ണൻ ഫാമിലിയിൽ നല്ലപോലെ ബാധിച്ചിട്ടുണ്ട്. കാരണം എൻ്റെ വൈഫ് ഇതിൽ അഭിനയിക്കുന്നുണ്ടല്ലോ, അതുകൊണ്ട് അവൾ നല്ല സപ്പോർട്ടാണ്. അവളെ ഞാൻ നല്ല സപ്പോർട്ട് ചെയ്യാറുണ്ട്. അപ്പോൾ ആ ഒരു സപ്പോർട്ടുള്ള കാരണമാണ്. അത് ഞങ്ങൾക്കൊരു ഫീമെയിൽ ക്യാരക്ടർ വേണമെന്ന് ഞങ്ങൾക്ക് വെളിയിലൊരാളിനെ അന്വേഷിക്കേണ്ടി വന്നിട്ടില്ല. അതുതന്നെയാണ് ഞങ്ങളൊരു ക്വാളിറ്റി ആയിട്ട് ഞങ്ങൾക്ക് മനസ്സിലായത്. കാരണം രണ്ടുപേരും നമുക്കത് മതിയല്ലോ. അപ്പം നമ്മുടെ ഉള്ളിനുള്ളിൽ തന്നെ ഒരാളുണ്ടാകുമ്പോൾ ഞങ്ങൾക്ക് വെളിയിൽ നിന്ന് അന്വേഷിക്കേണ്ടി വന്നിട്ടില്ല. അവർ അത്യാവശ്യം നല്ലപോലെ ചെയ്യുന്നുണ്ടെന്നാണ് ഞങ്ങളുടെ എല്ലാവരുടെയും അഭിപ്രായം. നിന്റെ അഭിപ്രായം? തൂമക്കണ്ണൻ ഫാമിലി, പേഴ്സണൽ ഫാമിലി, നമ്മുടെ സ്വന്തം ഫാമിലി എങ്ങനെ ബാധിച്ചിട്ടുണ്ടോ വെച്ച് കഴിഞ്ഞാൽ നല്ല രീതിയിൽ. ഫാമിലിയിലൊക്കെ ഒരു നിലവിലൊന്നല്ല, എന്നാലും ഒരു അത്യാവശ്യം റെസ്പെക്ട് ഒക്കെ തരുന്നുണ്ട്. ഓ പിന്നെ വീഡിയോ ഒക്കെ ഡയറക്ഷനൊക്കെ ഓക്കെ. അപ്പോൾ അങ്ങനെ അപ്പോൾ അങ്ങനെ ഒരു സാധനം കിട്ടി ഫാമിലിയിൽ. നമ്മളുടെ കുറച്ചുകൂടെ നമ്മളിങ്ങനെ ഉയർന്നു. അതെ, എനിക്ക് വേറെ രീതിയിൽ നമ്മളിപ്പോ ഒരു ഫംഗ്ഷനിലൊക്കെ പോകുമ്പോ നമ്മളെ കണ്ട് സംസാരിക്കാത്തവരോടൊക്കെ വന്നിട്ട് എന്താണ് ബാലു എന്താണ് ഇങ്ങനെ കൈയൊക്കെ തരും. അങ്ങനെ കൊണ്ട് അച്ഛനമ്മ നിങ്ങള് ഫാമിലി, പിന്നെ ഞങ്ങള് അച്ഛനമ്മ പിന്നെ പറയണ്ടല്ലോ. അച്ഛൻ നമ്മള് വീഡിയോസ് ഒക്കെ ഇങ്ങനെ മറഞ്ഞിങ്ങനെ കാണുന്നില്ല, നമ്മളത്തെ അഭിപ്രായങ്ങളൊന്നും പറയാറില്ല. പക്ഷെ മൂപ്പർക്ക് പുള്ളിക്ക് ഇപ്പോൾ പണ്ടൊക്കെ ഭയങ്കര ഇതായിരുന്നു, എന്തിനാണ് ഇപ്പോൾ വീഡിയോ ഒക്കെ എടുക്കാൻ പോകണം, വെറുതെ സമയം കളയാൻ വേണ്ടിയിട്ട് അത് ഇതൊക്കെ വേണ്ടി നമ്മളെ ചീത്ത പറയും. പക്ഷെ ഇപ്പോഴൊക്കെ അമ്മടത്ത് ഇങ്ങനെ പറയാറുണ്ട്, അതിന് പോകണല്ലേ, ഓക്കെ, എന്നുള്ള ആ കുഴപ്പമില്ലെന്നുള്ള രീതിക്കായി. ഫാമിലി നല്ല. ഇപ്പം അജീഷ് പറഞ്ഞ പോലെ എൻ്റെ ഭാര്യയും വരുന്നുണ്ട്, അവൻ്റെ ഇപ്പോൾ രാജീവിൻ്റെയും അതടുത്ത് തന്നെ വരും. അപ്പോൾ എല്ലാവരും ഞങ്ങളൊരു കുടുംബം പോലെയായിട്ട് പോകുന്നുണ്ട്, വലിയ കുഴപ്പങ്ങളില്ലാണ്ട്. അടുത്ത ഞാനൊന്ന് ചോദിക്കട്ടെ, നമ്മൾ ഈ തൂമക്കണ്ണൻ തുടങ്ങിയ ശേഷം ഓഡിയൻസ് എങ്ങനെ, നമ്മളെങ്ങനെ സപ്പോർട്ടാണോ, എന്താണ് അഭിപ്രായം? എൻ്റെ ഒരു വീക്ഷണത്തിൽ ഇതുവരെ കേട്ടോ, ഈ ഒരു വർഷം വരെയും ഏറ്റവും കൂടുതൽ നമുക്ക് സപ്പോർട്ടാണ് കിട്ടിയിട്ടുള്ളത്. നെഗറ്റീവിനേക്കാളും കൂടുതൽ ഏറ്റവും കൂടുതൽ സപ്പോർട്ടാണ് കിട്ടിയിട്ടുള്ളത്. ഓഡിയൻസ് ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്യും. ചിലപ്പോൾ സജഷൻസ് വരും. അല്ലെങ്കിൽ എല്ലാവരും പറയുന്ന ഒരേ കാര്യം എന്താ പറയുക, നമുക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം കിട്ടുന്നത് നിങ്ങളുടെ വീഡിയോസ് കാണുമ്പോൾ ഞങ്ങളുടെ സ്ട്രെസ്സൊക്കെ പോയി ഞങ്ങൾ ഭയങ്കര സന്തോഷിക്കുന്നുണ്ട്. സ്ട്രെസ് റിലീഫറാണ് നിങ്ങളുടെ വീഡിയോ എന്നാണ് ഭൂരിഭാഗം പോസിറ്റീവ് തരുന്ന ഓഡിയൻസ് പറയാറുള്ളത്. അതെ, അത് ശരിയാണ്. എന്താ കഴിഞ്ഞാൽ നമ്മൾക്ക് ഒരു വീഡിയോ ചെയ്യുമ്പോൾ നമ്മളിൽ നിന്ന് മറ്റുള്ളവർക്ക് സന്തോഷം കിട്ടുന്ന ലഭിക്കുമ്പോൾ പറയുന്നത് തന്നെ അത് ഏറ്റവും വലിയൊരു കാര്യമാണ്. വേറെ എന്ത് നമുക്ക് ഒരു ഇത് കിട്ടിയാലും അത് ഏറ്റവും വലിയ ഘടകമാണ്. സത്യം. നമ്മൾ അറിയാത്ത ആൾക്കാർക്ക് നമ്മൾ കാരണം ചിരിക്കുന്നു പറയുമ്പോൾ അത് വലിയ കാര്യം, അതാണ് ഏറ്റവും വലിയ കാര്യം. അതന്നെ, അതായത് ഞങ്ങളുടെ വീഡിയോ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, നെഗറ്റീവ് കമൻറ്റ് ഭയങ്കര കുറവാണ്. കുറവ് പറഞ്ഞാൽ സത്യം പറഞ്ഞാൽ ഇല്ല. ഞങ്ങളെ എല്ലാ കമൻറ്റും ഞങ്ങൾ റീപ്ലൈ കൊടുക്കാറുണ്ട്. ഞങ്ങളെ എല്ലാ കമൻറ്റും ഞങ്ങൾ നോക്കാറുണ്ട്. വലിയ നെഗറ്റീവ് കമൻറ്റ് ഭയങ്കര കുറവാണ്. അതിൻ്റെ അർത്ഥം എന്താണ്, ഞങ്ങളെ പ്രേക്ഷകർ ഞങ്ങളെ ഇഷ്ടപ്പെടുന്നുണ്ടെന്നാണ് അതിൻ്റെ അർത്ഥം. ഇപ്പോൾ പറഞ്ഞ പോലെ തന്നെ എല്ലാ ആൾക്കാരും ഈ വർക്കൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് ക്ഷീണിച്ച് വരുമ്പോൾ ഭയങ്കര വെളിയിലുള്ള ആൾക്കാരാണ് കൂടുതൽ മെസ്സേജ് അയക്കാറുള്ളത്. ഇങ്ങനത്തെയുള്ള മെസ്സേജ് കൂടുതൽ വരുന്നത് പുറത്തുനിന്നാണ്. അപ്പോൾ അവർ മെയിനായിട്ട് പറയുന്നത് നിങ്ങളുടെ ഒരു റിലീഫാണ് നിങ്ങളുടെ വീഡിയോ എന്നാണ്. അത് കേൾക്കുമ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷം. പിന്നെ നെഗറ്റീവ് കമന്റ് ഇടുന്നവരുണ്ട്, അത് എന്ത് ചെയ്താലും നെഗറ്റീവ് പറയുന്ന ആൾക്കാരില്ലേ, അതുണ്ട്. അത് നമ്മൾ അതിനും ലൈക്ക് കൊടുക്കും. അപ്പൊ നമ്മളിത് കൊറേയൊക്കെ കേട്ടോണ്ടിരുന്നു. എന്താ നിങ്ങളുടെ അഭിപ്രായം? പ്രതികരിക്കണ്ടേ?
പ്രതികരിക്കേണ്ട അവിടെ പ്രതികരിക്കുക തന്നെ വേണം, അല്ലെങ്കിൽ നമ്മൾ അടിച്ചമർത്തും. അല്ല അങ്ങനെ ശാന്തി സമാധാനത്തിന്റെ വാതിലൂടെ ശാന്തി സമാധാനമാണ് ആഗ്രഹിക്കുന്നത്. എല്ലാവരും ശാന്തി സമാധാനം കിട്ടാൻ വേണ്ടി പറഞ്ഞ മാതിരി ഇടയിലൊരു ഇതൊക്കെ വേണ്ടേ. പിന്നെ വേറെ കാര്യം ചോദിക്കാം, ഇതിൽ ഏറ്റവും തുമ്പക്കടലിലെ ഏറ്റവും ഫണ്ണി ആയിട്ടുള്ള മൊമെന്റ് ഏതാ ചോദിച്ചു കഴിഞ്ഞാല്, ഞങ്ങളെ ഷൂട്ട് ചെയ്യുമ്പോൾ തെറ്റിക്കുന്ന ഓരോരോ നിമിഷങ്ങളാണ് ഇതിൽ ഏറ്റവും ഫണ്ണി ആയിട്ടുള്ളത്. ഓരോരുത്തരൊക്കെ 5ഉം 10ഉം ഒന്നും അല്ല, 50ഉം 60ഉം റീടേക്കുകളൊക്കെയാണ് എടുക്കുന്നത്. നീ ചോദിച്ചിട്ട് നീ എന്നെ ഉത്തരം പറഞ്ഞു. അങ്ങനെ അതായത് ഞാൻ അങ്ങനെ കുറെ ടേക്കുകൾ ഇങ്ങനെ എടുത്തിട്ട് ചില ദിവസങ്ങളൊക്കെ ഒരു ഇവൻ പറഞ്ഞ മാതിരി 10-30-36 ടേക്കൊക്കെ പോയിട്ടുണ്ട്. പക്ഷെ ഞാൻ എൻ്റെ സ്വയം ഉള്ളിരുന്ന് ഞാൻ നോക്കിയപ്പോൾ അത് ചില ദിവസങ്ങളിലെ പ്രത്യേകതയാണെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. അത് എന്താണെന്ന് എനിക്ക് തന്നെ സത്യം പറഞ്ഞാൽ മനസ്സിലായി. ഓരോ ദിവസത്തിന്റെ പ്രത്യേകത എനിക്ക് തോന്നുന്നുണ്ട്. ചിലപ്പോൾ ഷൂട്ടിംഗ് ദിവസം ഇല്ല രാജീവ്, അത് അങ്ങനെയല്ല, എല്ലാവരും തെറ്റിക്കും. അത് ബ്ലോപ്പറായിട്ട് കാണുമ്പോൾ ഭയങ്കര രസമാണ്. അതൊക്കെയാണ് ഏറ്റവും കൂടുതൽ രസം, അല്ലാണ്ട് വേറെ കാര്യമൊന്നുമില്ല. അതന്നെ, അതായത് ഫണ്ണി മൊമെന്റ്സ് പറയണത് ഞങ്ങൾ ഈ ചെയ്യണ സമയത്ത് ഉണ്ടാകുന്ന ഓരോ മൊമെന്റ്സ് ഇല്ലേ, അത് ഞങ്ങൾക്ക് മറക്കാൻ പറ്റില്ല. അത് വേറെ സിനിമ കണ്ടാലും ഞങ്ങൾക്ക് അതുപോലെ ചിരിക്കാൻ കഴിഞ്ഞിട്ടില്ല. നമുക്ക് ഇതേമാതിരി നല്ല അനുഭവങ്ങൾ ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഈ തൂമക്കണ്ണിൽ നിന്ന് ഏറ്റവും മോശമായ അനുഭവങ്ങൾ എന്താണ്? എന്റെ പൊന്നോ ഓർമ്മിപ്പിക്കല്ലേ. മോശം അനുഭവങ്ങൾ ഉണ്ട്, അത് ഓരോ പാഠങ്ങൾ. അത് നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്, ഞാൻ അത് എടുത്ത് പറയുന്നില്ല. മോശം അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്, അത് തിരുത്തി നമ്മൾ വീണ്ടും ഫ്രണ്ടിലോട്ട് പോയിക്കൊണ്ടിരിക്കണം. അതായത് നമ്മൾ വീഡിയോൻ്റെ രീതിയിൽ കാണണം. അങ്ങനെ കാണാത്ത കുറേ ആൾക്കാരുണ്ട്. അതിന് ഞങ്ങൾക്ക് തിരുത്താൻ കഴിയില്ല. കാരണം ഒരു വീഡിയോൻ്റെ രീതിയിൽ തന്നെ കാണണം. നമ്മൾ ആ ഫണ്ണിയാണെന്ന് വെച്ചാൽ ഫണ്ണിയ രീതിയിൽ തന്നെ കാണണം. അല്ലാണ്ട് അതിനെ സീരിയസ് ആയി എടുത്ത് അതിനെ വേറൊരു ന്യൂസാക്കി അതിന് ഇങ്ങനെ വളച്ചൊടിച്ച് മൂക്കിൽ കൂടെയൊക്കെ ഇങ്ങനെ ഇട്ട് അതിലൊന്നും കാര്യമില്ല. അതാണ് എനിക്ക് പറയാനുള്ളത്. അതന്നെ അത്രേ ഉള്ളൂ. എന്താ പിന്നെ ഇതിൽ ഏറ്റവും വേസ്റ്റ് ആയ മൊമെന്റ് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ഒരുപാട് ടെൻഷൻ അടിച്ചിട്ടുണ്ട്. ആവശ്യമില്ലാത്ത കാര്യമല്ല, എന്നാലും ഒരു വീഡിയോ ചെയ്തിട്ട് നമ്മൾ ഭയങ്കരമായിട്ട് ടെൻഷൻ അടിച്ചൊരു മൊമെന്റ് ഒക്കെ ഉണ്ട്. അത് നമ്മൾ റിലീവ് ചെയ്യുന്നില്ല. അറിയാത്ത കാര്യമാണ്. നമ്മൾ നമ്മുടെ വേസ്റ്റ് നിങ്ങളത് കാണിക്കുന്നില്ല. ബിക്കോസ് എന്താ പറയുക, അത് വേണ്ട. എന്തിനാണ് ഞങ്ങളുടെ എന്താ നിങ്ങൾക്ക് കണ്ടിട്ടുണ്ടാവും. ആ വീഡിയോ ഒക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഞങ്ങളെ വേസ്റ്റ് കാണിക്കില്ല എന്നല്ല, ഞങ്ങൾ എന്താണെന്ന് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അത്രയും അതന്നെയാണ് ഞങ്ങൾ. അല്ലാണ്ട് ഞങ്ങളുടെ മെയിൻ ലക്ഷ്യം എന്താ വെച്ച് കഴിഞ്ഞാൽ നിങ്ങളെ ചിരിപ്പിക്കുക, എന്റർടൈൻ ചെയ്യുക, അത്രേ ഉള്ളൂ. അതിന് മേലെ ഒന്നുമില്ല. നോ നെഗറ്റീവ്, നോ വേസ്റ്റ് സിറ്റുവേഷൻസ്, നത്തിങ് ഓൾ. എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് സ്ക്രിപ്റ്റുകളും അതുപോലെ തന്നെ ഓരോരോ സ്റ്റോറീസ് അടക്കം നമ്മൾ ഇതിനു വേണ്ടി വേണ്ട വെച്ചിട്ടുണ്ട്. നമ്മൾ ഒരു വീഡിയോക്ക് നമ്മൾ എത്രയോ സന്തോഷത്തോടെ പറയേണ്ട. അത് അടുത്ത ചോദ്യം ഉണ്ട് മഞ്ച. ഏറ്റവും ബുദ്ധിമുട്ടിയിട്ടുള്ള ഒരു കാര്യം, തൂമക്കണ്ണനിൽ ഒരു വീഡിയോ എടുക്കാൻ ഏറ്റവും ബുദ്ധിമുട്ടിയിട്ടുള്ളത് എപ്പോഴാണ്? അതായത് ഞങ്ങൾ ഒരു കുളത്തിനുള്ളിൽ വെച്ചിട്ട് ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ വീഡിയോ ഞങ്ങൾ ഫുള്ള് പരീക്ഷണമാണല്ലോ. ഞങ്ങൾ ഒറ്റ ടേക്ക് തന്നെ എല്ലാവരും ഒറ്റ ടേക്ക്, അതായത് കട്ടില്ലാണ്ട്, കട്ട് പറഞ്ഞ് ഉദ്ദേശിക്കുന്ന ഓരോ ആൾക്കാർക്ക് ഓരോ ഡയലോഗ് ഉണ്ടാവുമല്ലോ. ആ ഡയലോഗ് മൊത്തത്തിൽ ഒരുമിച്ച് തന്നെ എടുക്കുമ്പോൾ അതൊരു ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അന്ന് പറഞ്ഞാൽ ഞങ്ങൾ രാവിലെ ഉച്ചയ്ക്ക് 2 മണിക്ക് തുടങ്ങിയിട്ട് ഞങ്ങൾ ഷൂട്ട് അവസാനിപ്പിച്ച് 6-6:30. അതാണ് ഏറ്റവും ബുദ്ധിമുട്ടായ ഒരു ഇതെന്നാണ് എനിക്ക് തോന്നിയത്. സത്യമാണ്. ഒരു കുളമല്ല, വേറൊരു നമ്മുടെ അമ്പലത്തിന്റെ ഫ്രണ്ട്, അമ്പലത്തിന്റെ കുളമല്ല അത്, കുളത്തിന്റെ ഒറ്റ ടേക്കാണ്. ഇയാള് പൊങ്ങി വരുമ്പോ വയറ് കരട് കൊണ്ട് ചെയ്തില്ലേ, അതാണ് ഏറ്റവും കൂടുതൽ സമയം ചെലവഴിച്ചത്. വെള്ളത്തിൽ കടന്ന് സിംഗിൾ ഷോട്ട് 1.5 മിനിറ്റിന്റെ റീല് സിംഗിൾ ടേക്കിൽ എടുക്കാന്ന് വിചാരിച്ചു. ടൈമിംഗ് ഒക്കെ കിട്ടണ്ടേ, അതിന്റെ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങളത് മാറ്റി. അതന്നെയാണ് അല്ലേ. വേറെ അഭിപ്രായം രാജീവ്? വേറെ അഭിപ്രായങ്ങൾ എനിക്കൊന്നുമില്ല, അതൊക്കെ തന്നെ തോന്നുന്നു. അതില് ഏറ്റവും കൂടുതൽ തെറ്റിച്ച ഞാനൊക്കെ ലാസ്റ്റ് ഡയലോഗ് എന്റെയാണ്. ഒരു കുളത്തുനിന്ന് പൊങ്ങി വന്നിട്ട് അതിൽ ഞാൻ തെറ്റിക്കും, പിന്നെയും ആദ്യം ചെയ്യണം, പിന്നെയും ഞാൻ തെറ്റിക്കും, പിന്നെയും ചെയ്യണം. അങ്ങനെ ഫിലിം കഴിഞ്ഞു. അടുത്തത് അതായത് ഒന്ന് ചോദിക്കട്ടെ, ഈ തൂമക്കണ്ണം കാരണം നമ്മുടെ 4 പേരിൽ ആരാണ് കൂടുതൽ വളർന്നിരിക്കുന്നത്? അങ്ങനെയല്ല, അതിപ്പോ അങ്ങനെ ഒരു സിംഗിൾ വ്യക്തിയെ പറയാൻ പറ്റില്ല. 4 പേരുടെയും ലൈഫ് സ്റ്റൈലും ചിന്താഗതിയും ഓരോ കാര്യങ്ങളോടുള്ള അപ്രോച്ചും വളർന്നു, അപ്ഗ്രേഡ്. എന്താ അറിയോ, ഇതിൽ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയ കാര്യം എന്താ അറിയോ, എനിക്കറിയുന്ന എല്ലാ കാര്യവും ഞാൻ ഇവർ 3 പേർക്കും പറഞ്ഞു തരും. അതുപോലെ അവർക്ക് അറിയുന്ന എല്ലാ കാര്യങ്ങളും ഞങ്ങൾ 3 പേർക്കും അവർ പറഞ്ഞു തരും. അപ്പോൾ തമ്മിൽ പലരും പല മേഖലയിലും പല ഫാമിലിയിൽ നിന്ന് വരുന്നു. അപ്പോൾ അവൾ അറിയുന്ന കാര്യങ്ങൾ ഷെയർ ചെയ്തിട്ട് 4 പേരും അപ്ഗ്രേഡായി. ഇതിൽ ആരാ ബെസ്റ്റ് ചോദിച്ചു കഴിഞ്ഞാൽ 4 പേരും ബെസ്റ്റാണ്. ഇല്ല ചേട്ടാ, ഒരുപാട് അനുഭവങ്ങൾ നമുക്ക് കിട്ടിയിട്ടുണ്ട്. എന്താ മറ്റുള്ള വെളിയിൽ നിന്നായാലും അതുപോലെ തന്നെ ഫാമിലിയിൽ നിന്നായാലും കൂട്ടുകാരുടെ ഇടയിൽ നിന്നായാലും പല കാര്യങ്ങളൊക്കെ നമുക്ക് ഷെയർ ചെയ്തിട്ട് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റി.
എനിക്കും അവൻ പറഞ്ഞതിൽ അഭിപ്രായമായിരുന്നു. അതായത് 4 പേരും ബെസ്റ്റാണ്, വളർച്ച ഉണ്ട്. എനിക്ക് അങ്ങനെ വലിയ വളർന്നു നിൽക്കുമെന്നല്ല, നമ്മളിപ്പോൾ ഉള്ള എന്നുള്ളത് എല്ലാവർക്കും സംതൃപ്തിയായിട്ട്. ഞങ്ങൾ വളർച്ച പറയുന്നത് ഫിനാൻഷ്യലി അല്ല കേട്ടാ, ഞങ്ങൾ ആ ഒരു ജനങ്ങൾക്കിടയിലുള്ള ഒരു അഭിപ്രായം ഉണ്ടല്ലോ ഞങ്ങളെ പറ്റിയിട്ട്, ആ ഒരു വളർച്ചയാണ് ഉദ്ദേശിച്ചത്. അതെ. പിന്നെ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, നമ്മളിപ്പോൾ ഇത്രയൊക്കെ എത്തിയില്ലേ, ഇത്രയൊക്കെ എത്താൻ നമ്മുടെ സക്സസിന്റെ ബാക്കിലുള്ള രഹസ്യം എന്താണ്? സക്സസിന്റെ രഹസ്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളുടെ സക്സസ് മീൻസ് നമ്മുടെ ഈ വളർച്ച, നമ്മൾ ഹാപ്പി ആണല്ലോ, ഇതിന്റെ ബാക്കിലുള്ള രഹസ്യം എന്താണ്? നമ്മുടെ ഈ വളർച്ചയുടെ രഹസ്യം പറഞ്ഞാൽ നമ്മുടെ ഈ കൂട്ടായ്മ തന്നെയാണ്, വേറെ ഒന്നുമല്ല. നമ്മുടെ ഈ ഒത്തൊരുമ, അതുപോലെ തന്നെ എന്തിനേയും ഫേസ് ചെയ്യാനുള്ള നമ്മുടെ ആ ഒരു കരുത്താണ്. എന്ത് നെഗറ്റീവ് വന്നാലും അതിനെ മറികടക്കാനുള്ള ആ ഒരു ഇതാണ്. പിന്നെ ഒരു കാര്യം, പാഷൻ. അതായത് ഇപ്പോൾ നൈറ്റ് കഴിഞ്ഞിട്ട് വന്നിട്ടുണ്ടെങ്കിലേ, ഇപ്പോൾ നൈറ്റ് കഴിഞ്ഞ് ഇവനാണെങ്കിലും ഞാനാണെങ്കിലും അജീഷ് ആണെങ്കിലും ആരാണെങ്കിലും ഒരു ജോലി കഴിഞ്ഞിട്ട് വന്നിട്ടുണ്ടെങ്കിലും അത് ചെയ്യണം, അതൊന്നും മുഖത്ത് കാണിക്കാണ്ട് ചെയ്യണില്ലേ. അതായത് ആത്മാർത്ഥത, അത് തന്നെയാണ് ഇതിന്റെ വളർച്ച. ഹാർഡ് വർക്ക് ആൻഡ് പാഷൻ, വേറെ ഒന്നുമല്ല. ഇതിന്റെ രഹസ്യം അതന്നെയാണ്. 4 പേര് ഒരേ മനസ്സാണ്, അതാണ് ഏറ്റവും ഒരു ഫീൽഡിൽ 4 പേര് ഒരേ മനസ്സാകുമ്പോൾ അത് ഉറപ്പായി സക്സസ് ആയിരിക്കും. അതാണ് ഇതിൽ എനിക്ക് പറയാനുള്ളത്. എനിക്ക് എന്താ പറയുക, ഡിസിപ്ലിൻ, വേറെ ഒന്നുമല്ല. ഡിസിപ്ലിൻ ആണ് എല്ലാത്തിൻ്റെയും. അല്ല സത്യം, ഡിസിപ്ലിൻ എന്താണെന്നറിയോ, ഇന്ന ടൈമിൽ ഇന്ന് ഷൂട്ട് ചെയ്യാൻ പറഞ്ഞാൽ എന്ത് കാര്യം മാറ്റി വെച്ചിട്ട് നമ്മളൊന്ന് ഷൂട്ട് എത്തും. അതങ്ങനെയാണ്. അത് 4 പേര് സ്ട്രിക്റ്റ് ആണ്. എന്തിപ്പോൾ അരമണിക്കൂർ 1 മണിക്കൂർ അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങൾ മാറ്റി വെച്ച് ഡിസിപ്ലിൻ ഉണ്ടെങ്കിൽ എന്ത് മുന്നോട്ട് പോകും. അത് 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 ഞങ്ങൾ കാരണം എന്താ അറിയോ, അണ്ണൻ ടൈം ഭയങ്കരമായിട്ട് കീപ്പ് ചെയ്യുന്ന ഒരാളാണ്. അല്ല, ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ടൈം സമയത്തിന് പ്രാധാന്യം 10 മണി ഷൂട്ട് പറഞ്ഞാൽ 9:59 എന്റെ വീട്ടിൽ വരും. അപ്പൊ അങ്ങനെ ഡിസിപ്ലിൻ ഉള്ളതുകൊണ്ടാണ് ഈ സാധനം മുന്നോട്ട് പോകുന്നത്. അല്ല, ഇവൻ പറഞ്ഞ എന്താ കറക്റ്റ് ആണ്. എന്റെ ലൈഫിൽ അത് ബാധിച്ചത് എന്താ കഴിഞ്ഞാൽ, ഞാൻ എപ്പോഴും ഒരു ജോലി കാര്യത്തിൽ ഇപ്പം നമ്മൾ സ്കൂൾ ജീവിതത്തിലൊക്കെ ഈ ഡിസിപ്ലിൻ നമ്മൾ കറക്റ്റായി മെയിൻറ്റെയിൻ ചെയ്യുള്ളൂ. നമ്മുടെ ലൈഫിൽ പറഞ്ഞു കഴിഞ്ഞാൽ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ എന്നുള്ളൊരു ഇതാണ്. പക്ഷെ ലൈഫിൽ നമ്മൾ ഡിസിപ്ലിൻ ഉണ്ടെങ്കിൽ നമ്മൾ സക്സസ് ആവുന്നുള്ളത് അനുഭവത്തിലൂടെ പഠിച്ചു. പിന്നെ ഇനി അവസാനത്തെ ഒരു ചോദ്യം കൂടെ ഞാൻ ചോദിക്കാം. നമുക്ക് ഇതിൽ ഇനി അടുത്ത സ്റ്റെപ്പ് എന്താണ്? ഇനി കുറച്ചുകൂടെ എന്തെങ്കിലും മാറ്റം കൊണ്ടുവരണം, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ യു ക്യാൻ സജസ്റ്റ്. ആദ്യം പറഞ്ഞു മാറ്റങ്ങൾ കൊണ്ടുവരണം. അല്ലാതെ ഒരേ ഇത് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കും നമ്മൾക്കും അതൊരു ഇതാണ്. മാറ്റങ്ങൾ വരും, മാറ്റങ്ങളിലേക്ക് ഓരോ പാതയിലേക്ക് നമ്മൾ കടന്നിട്ടുണ്ട്. അത് ഘട്ടം ഘട്ടമായിട്ട് നിങ്ങളിലേക്ക് എത്തുകയും ചെയ്യും. അത് ഇപ്പം എന്താണ് പറയുന്നില്ല, അത് നിങ്ങൾ വരുമ്പോൾ കണ്ടാൽ മതി, മാറ്റങ്ങൾ ഉണ്ടാകും. അതന്നെ, ഞങ്ങൾ എന്തായാലും പാലക്കാട് വിട്ട് കളിക്കില്ല ഞങ്ങൾ. അത് വേറൊരു കാര്യം. മാറ്റങ്ങൾ ഉണ്ടാവും. ഞങ്ങൾ അതായത് പല മേഖലയ്ക്ക് ഞങ്ങൾ കടന്നിട്ടുണ്ട്. അത് മൂപ്പര് പറഞ്ഞ പോലെ തന്നെ അത് നിങ്ങൾ വഴിയെ കാണും. അതെ, ഇതിൽ മാറ്റങ്ങൾ എന്തൊക്കെ വേണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എല്ലാവരും സ്ക്രിപ്റ്റ് എഴുതാൻ തുടങ്ങണം. അണ്ണൻ തുടങ്ങിയിട്ടുണ്ട്. എല്ലാവരും ഓരോ കണ്ടന്റുകൾ എടുക്കാൻ തുടങ്ങണം. ഓരോ കാര്യങ്ങളും എല്ലാവരും പ്രൊഡക്റ്റീവായിട്ട്. കാരണം എന്താ പറയുക, ഇപ്പോൾ എല്ലാവരും പ്രൊഡക്റ്റീവ് ആണ്, അല്ല എന്നല്ല, എന്നാലും വരുന്നു, അവർ അഭിനയിക്കുന്നു, ഓക്കെ ശരിയാന്ന് പോകും. പക്ഷേ ഇനിയും അവർ എഫേർട്ട് എടുത്തിട്ട് ഓരോ കാര്യങ്ങൾ കണ്ടുപിടിക്കണം. പുതിയ പുതിയ സജഷൻസ് ചറപറാന്ന് വരണം. ചറപറാന്ന് വന്നാലേ അഭിപ്രായ വ്യത്യാസവും വേണം, അതിന് വിമർശനവും വേണം. അത് നമ്മളുടെ ഉള്ളിലുള്ള വിമർശനം ഭയങ്കരമായിട്ട് വേണം. എന്നാലേ നമ്മൾക്ക് ഒരു സംരംഭം വളരുള്ളൂ. അത് ഞാനത് കൂടുതൽ ഞാൻ കീപ്പ് ചെയ്യുന്ന ഒരു കാര്യമാണ്. എപ്പോഴും നമ്മൾ വിമർശിച്ചുകൊണ്ടിരിക്കണം. നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിയെ നമ്മൾ തന്നെ വിമർശിക്കണം. മറ്റുള്ളവർ വിമർശിക്കുന്നതിനെക്കാട്ടും നല്ലത് നമ്മൾ വിമർശിക്കുന്നത് ഏറ്റവും നല്ലത്. അതെ അതെ, എന്താ വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ മറ്റുള്ളവരുടെ ഒരു അഭിപ്രായങ്ങൾ കേട്ടാൽ നമുക്ക് എന്താണ് അടുത്ത് അപ്ഡേറ്റ് ആക്കേണ്ടതെന്നുള്ള നമ്മൾ കാര്യം നമുക്ക് വ്യക്തമായി മനസ്സിലാവുമല്ലോ. അപ്പൊ അതിനനുസരിച്ച് നമുക്ക് മൂവ് ചെയ്യുക എന്നുള്ള ഒരു ഇതാണ് നമുക്ക്. അപ്പോൾ ഇത്രയും കാലം കൂടെ നിന്ന്, ഇത്രയും കാലം മീൻസ് 1 വർഷം ഞങ്ങളുടെ സ്നേഹവും സപ്പോർട്ട് നിന്ന് കൂടെ നിന്ന് അല്ലേ, കൂടെ നിന്ന് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നിങ്ങളാണ് ഞങ്ങളുടെ ശക്തി. അത്രേ ഉള്ളൂ. അപ്പൊ സപ്പോർട്ട് ചെയ്യുക. വീണ്ടും നല്ല നല്ല വേറെ പലതും ഓർമ്മ വരും. ശരി, നമുക്കൊരു ഉമ്മ കൊടുക്കാം. ഒരു ഉമ്മ കൊടുക്കാം. എങ്ങനെയാണ്? റെഡി, 1 2 3.